நானும் இவரே குறித்த ஒரு 7 விஷயத்தை சொல்ல போறேன். തന്നെ കുറിച്ച് ഞാനും ഒരു 7 കാര്യങ്ങൾ പറയുവാൻ താല്പര്യപ്പെടുന്നു. முதலாவது, இவர் சியோனில் பிறந்தவர். ഒന്നാമത് താൻ സിയോനിൽ ജനിച്ച വ്യക്തി. 87 சங்கீதம் 5 வசனத்தை வாசிக்கும்போது 87 സങ്കീർത്തനം 5 വാക്യം വായിച്ചാൽ இன்னார் இன்னார் சியோனில் பிறந்தார் என்று எழுதப்படும் என்று നാം വാസിக்கிறோം. ഇവനും അവനും സിയോനിൽ ജനിച്ചു എന്ന സിയോനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആകയാൽ ഇവർ സിയോനിൽ പിറന്നവർ. അതുകൊണ്ട് ഇദ്ദേഹം സിയോനിൽ ജനിച്ചു. எப்போது സിയോനിൽ പിറந்தார்? താൻ എപ്പോഴാണ് സിയോനിൽ ജനിച്ചത്? സിയോനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ പെറ്റുകൊള്ളുമ്പോൾ, സിയോനെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കുമ്പോൾ അവർ സിയോനിൽ പിറக்கிறார். താൻ സിയോനിൽ ജനിക്കുന്നു. സിയോനിൽ പിറന്നത് மட்டுமல்ல, സിയോനിൽ ജനിച്ചത് മാത്രമല്ല, സിയോനിൽ വളര வேண்டும். സിയോനിൽ വളരണം. സിയോനിൽ വളരുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നെ? വളരുക എന്നതിന്റെ അർത്ഥം എന്താണ്? സിയോനിൻ സ്വഭാവത്തിൽ വളര வேண்டும். സിയോന്റേതായ സ്വഭാവങ്ങളിൽ വളരണം. സിയോനിൻ സന്തോഷത്തിൽ വളര வேண்டும். സിയോന്റെ സന്തോഷത്തിൽ വളരണം. സിയോനിൻ താഴ്മയിൽ വളര வேண்டும். സിയോന്റേതായ താഴ്മയിൽ വളരണം. സിയോനിൻ സ്വഭാവത്തിൽ വളര வேண்டும். സിയോന്റെ സ്വഭാവ ഗുണങ്ങളിൽ വളരണം. 4 വിഷയത്തിൽ വളര வேண்டும். ഈ 4 കാര്യങ്ങളിൽ വളരണം. ഏതോ ഡ്രസ് മാറ്റി വേസ്റ്റ് പോട്ട് സാരി ഉടുത്ത് വിശ്വാസ വീട്ടിൽ വന്നാൽ മറ്റും പോതാതെ. മുൻപുള്ള വേഷവിധാനങ്ങൾ മാറ്റിയിട്ട് സാരിയോ അല്ലെങ്കിൽ മുണ്ടോ ഒക്കെ ധരിച്ചുകൊണ്ട് ജുബയിട്ടുകൊണ്ട് വരുന്നതല്ല. സിയോനിൽ പിറന്നവർകൾ സിയോനിൽ വളര வேண்டும். സിയോനിൽ ജനിച്ചവർ സിയോനിൽ വളർന്നേ മതിയാകൂ. முதலாவது സിയോനിൻ ഉപദേശത്തിൽ. ഒന്നാമത് സിയോന്റെ ഉപദേശത്തിൽ. സിയോനിൻ ഉപദേശം എന്ന് ചൊല്ലുമ്പോൾ, സിയോന്റെ ഉപദേശം എന്ന് പറയുമ്പോൾ ഒന്നാക്കപ്പെടുകിற ഉപദേശം, ഒന്നാക്കി തീർക്കപ്പെടുന്ന ഉപദേശം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതുതാൻ യോവാൻ 17 അധികാരം 21 വസനത്തിൽ വാസിക്കുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 17 അധ്യായം 21 വാക്യത്തിൽ ഞാനും എൻ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഇവர்களுം നമ്മിൽ ഒന്നാകുമ്പോൾ ഇവർക്കാக വേണ്ടുതൽ ചെയ്യുകിன்றேன். പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ ഇവർ നമ്മിൽ ഒന്നാകേണ്ടതിന് ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് സിയോനിൻ സ്വഭാവത്തിൽ വളരണം. രണ്ടാമത് സിയോന്റെ സ്വഭാവത്തിൽ വളരണം. സിയോനൊക്കെ മുഖ്യமாக 48 സ്വഭാവങ്ങളുണ്ട് എന്ന് വേദത്തിൽ വാസിക്കുന്നു. ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാം സിയോന് സുപ്രധാനമായ 48 സ്വഭാവ ഗുണങ്ങളുണ്ട്. ഒരു സ്വഭാവം താൻ 48 സംഗീതം 2 വസനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 48 സങ്കീർത്തനം 2 വാക്യത്തിൽ കാണാം. അതുതാൻ മകിഴ്ചി എന്റെ പെരിയ സ്വഭാവം. അതാണ് ആനന്ദം എന്നതായ വടദിശയിലുള്ള സിയോൻ പർവ്വതം വടിപ്പമാന സ്ഥാനവും സർവ്വഭൂമിയും മകിഴ്ചിയുമായി ഇരിക്കുന്നത്. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെ ആനന്ദവുമാകുന്നു. മഹാരാജാവിൻ നഗരം, മഹാരാജാവിന്റെ നഗരമാകും. മകിഴ്ചിയിൽ നാം കാണപ്പെട வேண்டும். ഈ ആനന്ദത്തിൽ നമ്മൾ കാണപ്പെടണം. സിയോൻ മറ്റുമല്ല യെരുസലേമും കാണപ്പെട வேண்டும். സിയോൻ മാത്രമല്ല യെരൂശലേമും കൂടെ. അനാലതാൻ പ്രസംഗി 3 അധികാരം 12 വസനത്തെ വാസിക്കുമ്പോൾ, അതുകൊണ്ടാണ് സഭാപ്രസംഗി 3:12 വായിക്കുമ്പോൾ, മകിഴ്ചിയായി ഇരുപ്പതും ഉയിരോട് ഇരിക്കയിൽ നന്മ ചെയ്യുവതുമേ അല്ലാமல் ഉലകത്തിൽ വേറെ നന്മയില്ല. ജീവനോടിരിക്കുമ്പോൾ നന്മ ചെയ്യുന്നതും സന്തോഷം അനുഭവിക്കുമെന്നല്ലാതെ മറ്റൊരു നന്മ മനുഷ്യനില്ല. ആകയാൽ ദേവജനങ്ങൾ, ഊഴിയர்கள், വിശ്വാസികൾ എപ്പോഴും ക്രിസ്തുവുക്കുൾ മകിഴ്ചിയിൽ കാണപ്പെട வேண்டும். ദൈവജനമാകുന്ന ശുശ്രൂഷകരും വിശ്വാസികളും സദാ ക്രിസ്തുവിൽ സന്തോഷഭരിതരായിരിക്കണം. പാസ്റ്റർ ബാബു അവർ സിയോനിൽ പിറന്നത് മറ്റുമല്ല, പാസ്റ്റർ ബാബു അവർ സിയോനിൽ ജനിച്ചത് മാത്രമല്ല, അവർ ഒന്നാക്കപ്പെട്ടാர்கள். താൻ ഒന്നാക്കപ്പെട്ടു. സിയോനിൻ ഉപദേശത്തിൽ വളർന്നാർ. സിയോന്റെ ഉപദേശത്തിൽ വളർന്നു. രണ്ടാമത് സിയോനിൻ സ്വഭാവത്തിൽ മകിഴ്ചിയിൽ കാണപ്പെട്ടു. സിയോന്റെ സ്വഭാവമാകുന്ന ആനന്ദത്തിൽ സദാ കാണപ്പെട്ടു. മൂന്നാമത് സിയോനിൻ താഴ്മയിൽ കാണപ്പെട வேண்டும். മൂന്നാമതായി സിയോന്റെ താഴ്മയിൽ വളരണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. സിയോന്റെ താഴ്മ എന്താണ് സിയോന്റെ താഴ്മ? അതുതാൻ പിതാവിൻ താഴ്മ. അത് പിതാവിന്റെ താഴ്മയാണ്. അതുതാൻ ക്രിസ്തുവിൻ താഴ്മ. അത് ക്രിസ്തുവിന്റെ താഴ്മയാണ്. അതുതാൻ പരിശുദ്ധവാൻകളിൻ താഴ്മ. അത് വിശുദ്ധന്മാരുടെ താഴ്മയാണ്. നാളാകമം 17 അധികാരം 6 വസനത്തെ വാസിക്കുമ്പോൾ, 17:6 വാക്യം വായിക്കുമ്പോൾ സിയോനിൻ താഴ്മയെ കുറിച്ച് വാസിക്കും. നമുക്കവിടെ സിയോന്റെ താഴ്മയെ കാണാം. இந்த 40 வருட വനാന്തര പയണത്തിൽ ഞാൻ നിങ്ങളോട് കൂടെ പയണം ചെയ്തേ. കഴിഞ്ഞ 40 സംവത്സരം മരുഭൂമിയിൽ നിങ്ങളോട് കൂടെ യാത്ര ചെയ്തു. எனக்காக நீங்க ஒரு ஆலயம் கட்ட வேண்டும் என்று நான் சொன்னதுண்டு. ദേവദാരു കൊണ്ട് എനിക്കൊരു ആലയം പണിയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? எந்த நியாயாதிபதிகளுக்கும் சொல்லவில்லை. ന്യായാധിപന്മാരോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. அப்படிதான் பிதாவினுடைய தாழ்மையை அவர் வெளிப்படுத்தினார். പിതാവ് തന്റെ താഴ്മ ഇപ്രകാരം വെളിപ്പെടുത്തി. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. 40 வருடம் அந்த வனாந்தர பயணத்தில்
பயணம் செய்தார்கள். 40 വർഷം അവർ മരുഭൂമിയിൽ യാത്ര ചെയ്തു. அந்த உடன்படிக்கை பெட்டியில் ആ നിയമപെട്ടകത്തിൽ கிருபுகள் மத்தியில் കെരൂബുകളുടെ മധ്യത്തിൽ அவர் வாசம் பண்ணினார். ദൈവം വസിച്ചിരുന്നു. அந்த പെട്ടി வைக்கிற இடம் எங்கே? ആ പെട്ടകം വയ്ക്കുന്നത് എവിടെയാണ്? வெறும் மணலில் தான். വെറും മണൽപ്പരപ്പിലാണ്. அந்த மணலில் எவ்வளோ குப்பைகளும் சத்த பாம்புகளும் எத்தனையோ அசுத்தமான காரியங்கள் இருக்கலாம். ആ മണലിൽ എത്രയോ പാഴ്വസ്തുക്കൾ കാണും, അല്ലെങ്കിൽ മറ്റു ജന്തുക്കളുടെ ശവങ്ങൾ കണ്ടേക്കാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. பலவிதமான திரைகளை சொன்ன தேவன் പലവിധമായ തിരശ്ശീലകളെ കുറിച്ച് പറഞ്ഞു. தனக்கு ஒரு 10க்கு 10 கார்பெட் செய்ய சொல்லி இருக்கலாம். ആ പെട്ടകം വയ്ക്കാനായിട്ട് ഒരു 10 അടി നീളവും വീതിയുമുള്ളതായ ഒരു പരവതാനി ഉണ്ടാക്കാൻ പറഞ്ഞില്ല. സ്ഥലം என்பது 10க்கு 10 இடம் தான். അത് വിശുദ്ധ സ്ഥലം 10க்கு 10 അളവാണ്. மோசே எனக்காக 10க்கு 10 ஒரு கார்பெட் செய்வாயாக. 10 അടി നീളവും വീതിയുമുള്ളതായ ഒരു പരവതാനി ഉണ്ടാക്കുക എന്ന് ദൈവം പറഞ്ഞില്ല. உடனே மோசே செய்திருப்பார். പറഞ്ഞിരുന്നെങ്കിൽ മോശെ ഉടനെ ചെയ്തേനെ. தேவன் சொல்லவில்லை. പക്ഷേ ദൈവം അത് ആവശ്യപ്പെട്ടില്ല. பிதாவாம் தேவன் தாழ்மையுள்ளவர். പിതാവായ ദൈവം താഴ്മയുള്ളവൻ. அந்த தாழ்மை ஏதை ഈ வெளிப்படுத்துகிறது? താഴ്മ ഇതിനെ കാണിക്കുന്നു. பிலிப்பியர் 4 அதிகாரம் 11-12 வசனங்களை வாசிக்கும் போது ഫിലിപ്പ് ലേഖനം 4:11-12 വാക്യം. எந்த சூழ்நிலையிலும் மனரம்யமாய் இருக்க கற்றுக்கொண்டேன். ഏതവസ്ഥയിലും ഞാൻ അലംഭാവത്തോടെ സന്തോഷത്തോടെ ഇരിപ്പാൻ അഭ്യസിച്ചിട്ടുണ്ട്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. எப்படிப்பட்ட நிலைமையில் நாம் இருந்தாலும், നാം ഏതവസ്ഥയിൽ எப்படிப்பட்ட நிலைமையில் தேவன் நம்மை நடத்தினாலும், ദൈവം നമ്മെ ഏത് സാഹചര്യത്തിൽ കൂടെ നടത്തിയാലും இல்லாமல், പെറുപെറുക്കാതെ, ஒரு கஷ்டம் இல்லாமல், അതിലൊരു കഷ്ടത ஏன் കാണിക്കാതെ, இப்படி எனக்கு செய்ய வேண்டும் என்று கேள்வியை கேட்காமல், എന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന് ചോദ്യം ചെയ്യാതെ, மனரம்யமாய் ஜீவிப்பதே பிதாவின் தாழ்மை. മനസ്സിൽ വളരെ ആനന്ദത്തോടു കൂടി ജീവിക്കുന്നതാണ് പിതാവിന്റെ താഴ്മ. താഴ്മയിൽ ഊഴിയர்களுം വിശ്വാസികളും കാണപ്പെട வேண்டும். ശുശ്രൂഷകരും വിശ്വാസികളും ഇങ്ങനെ താഴ്മയുള്ളവരാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദേവനക്ക് മഹിമ. ദൈവത്തിന് വിവിധമായ സ്വഭാവത്തിൽ പാസ്റ്റർ ബാബുവും കാണപ്പെട്ട. പാസ്റ്റർ ബാബു അവർകളും ഈ വിധമായ സ്വഭാവങ്ങളുള്ളവരായി സിയോനിൽ പിറന്ന് സിയോനിൽ വളർന്ന് സിയോനാക പൂർണ്ണപ്പെട്ടാർ. താൻ ഇങ്ങനെ സിയോനിൽ ജനിച്ചു വളർന്ന് സിയോന്റെ പൂർണ്ണത പ്രാപിച്ചു. ഏറ്റ വേളയിൽ ദേവൻ അവരെ ചേർത്തുകൊണ്ട് ഉചിതമായ സമയത്ത് ദൈവം തന്നെ ചേർത്തു. അടുത്തപടിയാക അവർ എന്നെ ചെയ്താർ. അടുത്തതായി താൻ ചെയ്തത് അണ്ണക പ്രതിഷ്ഠയിൽ വന്ന ഷണ്ണൻ എന്ന പ്രതിഷ്ഠയിൽ വന്നു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. இந்த மெல்கிசதேக்கின் முறைமையின்படியுள்ள ஊழியத்திற்கு, ഈ മൽക്കീസേദക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷയ്ക്ക്, നാം ചെയ്യുന്ന ഊഴിയം മെൽകിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയം, നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ മൽക്കീസേദക്കിന്റെ ക്രമത്തിലുള്ളതാണ്. പഴയ ഏർപ്പാട്ടിൽ ഒരു ഊഴിയം കാണപ്പെട്ടത്, പഴയ നിയമത്തിൽ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു, ആരോനിൻ മുറമയിൻപടിയുള്ള ഊഴിയം. അത് അഹരോന്യ ക്രമത്തിലുള്ള ശുശ്രൂഷ. നാം ചെയ്യുന്ന ഊഴിയം, പക്ഷെ നമ്മൾ ചെയ്യുന്നത് പുതിയ ഏർപ്പാട്ട് ഊഴിയം, ഈ പുതിയ നിയമ ശുശ്രൂഷ മെൽകിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയം, മൽക്കീസേദക്കിന്റെ വിധത്തിലുള്ള. അതിൽ മുതൽ ഊഴിയക്കാരൻ യേശു ക്രിസ്തുവിന്റെ 110 സങ്കീർത്തനം 4 വചനത്തിൽ വാസിக்கிறோம். അതിലെ പ്രഥമ ശുശ്രൂഷകൻ കർത്താവായ യേശുവാണെന്ന് 110 സങ്കീർത്തനം 4 വാക്യത്തിൽ അവരും അണ്ണക പ്രതിഷ്ഠയിൽ കാണപ്പെട്ടാർ. താനും ഈ ഷണ്ണൻ എന്ന പ്രതിഷ്ഠയിൽ കാണപ്പെട്ടു. ഇതൊരു മേന്മயான പ്രതിഷ്ഠ. ഇതൊരു വിശിഷ്ടമായ പ്രതിഷ്ഠയാണ്. പ്രതിഷ്ഠയിനാൽதான் ஊழியர்கள் விவாகம் செய்யாமல் ஜீவிக்கிறார். ആ പ്രതിഷ്ഠ കാരണമാണ് ശുശ്രൂഷകർ വിവാഹമില്ലാതെ ജീവിക്കുന്നത്. മത്തായി 19 അധികാരം 12 വചനത്തെ നാം വാസിക്കുമ്പോൾ, മത്തായി 19:12 വായിക്കുമ്പോൾ, സ്വർഗരാജ്യം നിമിത്തം തങ്ങളെയെ അണ്ണകളാക്കി കൊണ്ടവർ, തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ വാസവും വിവാഹ ജീവിതം ചെയ്യാമൽ, അതുകൊണ്ടാണ് പാസ്റ്റർ വിവാഹ ജീവിതം നയിക്കാതെ, മാംസിക ഇച്ഛയിൻപടി ജീവിക്കാമൽ, ജഡാമോഹങ്ങളെ അനുസരിച്ച് ജീവിക്കാതെ താൻ ജയിച്ചുകൊണ്ട് താൻ അതിനെല്ലാം അണ്ണക പ്രതിഷ്ഠയിൽ കാണപ്പെട്ട, ഷണ്ണത്വ പ്രതിഷ്ഠയിൽ കാണപ്പെട്ടു. എല്ലാവരും വിവാഹം ചെയ്യ വേണ്ടുമെന്ന് ദേവനുടെ വാഞ്ചയല്ല, വിരുപ്പമല്ല. എല്ലാവരും വിവാഹം കഴിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ താല്പര്യമോ പദ്ധതിയോ അല്ല. നാം എന്നെ വാസിக்கிறோம். നാം യെരമ്യാവിനെ കുറിച്ച് വായിക്കുന്നത്, യെരമ്യാവെ കുറിച്ച് 16 അധികാരം 2 വചനത്തെ വാസിക്കുമ്പോൾ, യെരമ്യാ പ്രവചനം 16:2, യെരമ്യാവേ, നീ இந்த இடத்தில் இந்த உலகத்தில் விவாகம் செய்ய வேண்டாம். നീ ഈ സ്ഥലത്ത് ഭാര്യ എടുക്കരുത്, വിവാഹം കഴിക്കരുത്. കുമാരരും കുമാരത്തികളും ഇരുക്ക വേണ്ട. നീ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കരുത്. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഏദൻ തോട്ടത്തിൽ ആദാമുക്ക് ഏറ്റ തുണയെ ഉണ്ടാക്കിന ദേവൻ, ഏദൻ തോട്ടത്തിൽ ആദാമിന് തക്ക തുണയെ ഉണ്ടാക്കിയ ദൈവം യെരമ്യാവെ കുറിച്ച് சொல்லுகிறார். യെരമ്യാവിനെ കുറിച്ച് പറയുന്നത്, ഇവിടത്തിൽ ഒരു പെണ്ണെ വിവാഹം ചെയ്യ വേണ്ട. നീ ഇവിടെ ഒരു ഭാര്യയെ പരിഗ്രഹിക്കരുത്. അതേപോലെ
விவாகம் செய்யாமல் கர்த்தருக்கு ஊழியம் செய்ய வேண்டும். ഇങ്ങനെ വിവാഹമില്ലാത്തവരായി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യണം. பரிசுத்த பவுல் விவாகம் செய்யாமல் கர்த்தருக்கு ஊழியம் വിശുദ്ധ செய்தார். പൗലോസ് വിവാഹം കൂടാതെ കർത്താവിന്റെ ശുശ്രൂഷ பலரும் பரிசுத்த பவுல் விவாகம் செய்தார் என்று சொல்லுகிறார்கள். വിശുദ്ധ പൗലോസ് വിവാഹിതനായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. ஆனால் முதலாம் கொரிந்தியர் 7ஆம் அதிகாரத்தை வாசிக்கும் போது 2 കൊരിന്ത്യർ 7ആം അധ്യായത്തിൽ വായിക്കുമ്പോൾ முதலாம் வசனத்திலே 1-ാം വാക്യം 8ஆம் വசനത്തിൽ 8-ാം വാക്യം 27ஆம் വസനത്തിൽ 27-ാം വാക്യം 32ஆம் വസനത്തിൽ 32-ാം വാക്യം 39ஆம் വസനത്തിൽ 39-ാം വാക്യം இந்த 5 വസനങ്ങളെ നാം ഗവനിക്കുമ്പോൾ ഈ 5 വചനങ്ങളെ அவர் ശ്രദ്ധിച്ചാൽ விவாக ஜீவியம் செய்யவில்லை. താൻ വിവാഹ ജീവിതം നയിച്ചിട്ടില്ല. அதை 8ஆம் വസനത്തെ നാം വാസിക്കുമ്പോൾ ആ 8-ാം വാക്യം വായിക്കുമ്പോൾ தெளிவாக நாம் பார்க்கிறோம். വളരെ സുവ്യക്തമായി കാണാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. கைப்பெண்களை குறித்தும் വിധവമാരെ കുറിച്ചും அவர் சொல்லுகிறது என்னை போல் இருந்து விட்டால் நலமாயிருக்கும். വിവാഹം കഴിയാത്തവരോടും നിങ്ങൾ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ നല്ലത്. ஆகையால் எல்லாரும் விவாகம் செய்வது தேவ சித்தம் இல்லை. എല്ലാവരും വിവാഹം കഴിക്കുന്നത് ദൈവഹിതമല്ല. அப்போ അന്നക പ്രതിഷ്ഠയിൽ ஊழியர்கள் காணப்பட வேண்டும். ശുശ്രൂഷകരുടെ പ്രതിഷ്ഠ ഷണ്ണന്റേതായിരിക്കണം. ஒரு முறை நீ ஒரு பிரதிஷ்டை செய்த பிறகு ഒരിക്കൽ നീ ഒരു പ്രതിഷ്ഠ ചെയ്തതിനു மறுபடியும் ശേഷം பிரதிஷ்டையை உடைத்து പിന്നീട് ആ പ്രതിഷ്ഠയെ நீ തകർത്താൽ விவாகம் ஜீவியம் செய்தால் വിവാഹ ജീവിതം நீ നയിച്ചാൽ ശപിക്കപ്പെട്ടവனாக നീ കാണപ്പെടുവാய். ശപിക്കപ്പെട്ടവനായി കാണും. தேவனுடைய ராஜ்யத்தில் பிரவேசிக்க முடியாது. ദൈവരാജ്യത്തിൽ കടക്കാവതല്ല. ലൂക്കാ 9ஆம் அதிகாரம் 62ஆம் வசனத்தை வாசிக்கும் போது ലൂക്കോസിന്റെ സുവിശേഷം 9:62 கலப்பையின் மேல் கரங்களை வைத்த பிறகு കലപ്പമേൽ കൈവച്ചിട്ട് பின்னிட்டு பார்க்கிற எவனும் പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ தேவனுடைய ராஜ்யத்துக்கு அவன் தகுதியுள்ளவன் அல்ல. ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஊழியர்களும் நன்றாக கவனித்துக் கொள்ளுங்க. ശുശ്രൂഷകരിത് നന്നായി ശ്രദ്ധിക്കണം. நாம் விவாகம் செய்து ஜீவிக்கலாம் என்று நினைத்தால் വിവാഹം കഴിച്ച് ജീവിക്കാമെന്ന് நீ ചിന്തിച്ചാൽ தேவனுக்கு விரோதமாக பாபம் നീ செய்கிறாய். ദൈവത്തിനെതിരായി പാപം ചെയ്യുന്നു. பாவங்களில் பெரிய பாவம். പാപത്തിൽ പ്രധാനപ്പെട്ടത് தேவனோடு ஒரு உடன்படிக்கை செய்த பிறகு ദൈവത്തോട് ഒരു നിയമം அந்த ചെയ്തിട്ട് உடன்படிக்கையை உடைத்து போடுவதென்று வேதம் ആ சொல்லுகிறது. നിയമം ലംഘിക്കുന്നതാണെന്നാണ് ബൈബിൾ പറയുന്നത്. பிரசங்கி 10ஆம் அதிகாரம் 8ஆம் வசனத்தை வாசிக்கும் போது സഭാപ്രസംഗി 10:8 அடைப்பை பிடுங்கிறவனை பாம்பு கடிக்கும். മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. பிரதிஷ்டையை உடைத்தால் பாம்பு கடிக்கும். പ്രതിഷ്ഠയെ ലംഘിച്ചാൽ ഈ പാമ്പ് കടിക്കും. அதனால் தான் ஊழியர்கள் ஜாக்கிரதையாக ஜீவிக்க வேண்டும். ശുശ്രൂഷകർ കരുതലോടെ ജീവിക്കണം. உன்னுடைய பிரதிஷ்டையை நீ பாதுகாக்க வேண்டும். നിന്റെ പ്രതിഷ്ഠയെ നീ സംരക്ഷിക്കണം. அன்னக பிரதிஷ்டையை பாதுகாக்க வேண்டும். ഷണ്ണത്തെ പ്രതിഷ്ഠയെ നീ எனக்கு പാലിക്കണം. விவாக ஜீவியம் வேண்டாம். എനിക്ക് വിവാഹ ജീവിതം எனக்கு വേണ്ട. மாம்சீக எண்ணங்கள் வேண்டாம். ജഡ വിചാരങ്ങൾ വേണ്ട. நான் மாம்சத்தில் ஜெயாலியாக ഞാൻ மாற்றப்படுவேன் ജഡത്തെ ജയിക്കണം என்றெல்லாம் நீ தீர்மானம் பண்ணி ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ട് தேவனோடு பொருத்தனையை செய்து ദൈവത്തോട് പ്രതിഷ്ഠ ചെയ്തിട്ട് இல்லைங்கள் அன்னக பிரதிஷ்டையை செய்து ഈ ഷണ്ണത്തെ പ്രതിഷ്ഠ நீ ചെയ്തിട്ട് ஊழியத்துக்கு வந்த பிறகு ശുശ്രൂഷയ്ക്ക് വന്നു உன்னுடைய കഴിഞ്ഞിട്ട് பிரதிஷ்டையை உடைத்து போடுவது பெரிய பாபம் என்று எண்ணிக்கொள்ளுங்கள். പ്രതിഷ്ഠയെ ലംഘിക്കുന്നത് ഗുരുതരമായ പാപമെന്ന് മനസ്സിലാക്കുക. இந்த பாஸ்டர் பாபு ഈ പാസ്റ്റർ ബാബു அந்த பிரதிஷ்டையில் கடைசி நாள் வரைக்கும் ஜீவித்தார். തന്റെ അവസാന നാൾ വരെ ഈ പ്രതിഷ്ഠയിൽ அவர் ജീവിച്ചു. பிரதிஷ்டையை உடைத்து போடவில்லை. താൻ പ്രതിഷ്ഠ ലംഘിച്ചില്ല. அவர் விவாகம் செய்யவில்லை. വിവാഹം കഴിച്ചില്ല. அன்னக பிரதிஷ்டையில் காணப்பட்டார். ഷണ്ണത്തെ പ്രതിഷ്ഠയിൽ தேவன் ജീവിച്ചു. கனம் பண்ணினார். ദൈവം തന്നെ മാനിച്ചു. ஆனபடினால் தேவன் எடுத்துக்கொண்டார். അതുകൊണ്ട് ആ ദൈവം തന്റെ സന്നിധിയിൽ ஆனபடினால் അന്നക പ്രതിഷ്ഠയിൽ ஊழியர்கள் காணப்பட வேண்டும். ആകയാൽ ശുശ്രൂഷകർ ഷണ്ണത്തെ പ്രതിഷ്ഠയിൽ ജീവിക്കണം. அடுத்தபடியா அன்னக പ്രതിഷ്ഠയിൽ நீ காணப்பட்டால் അടുത്തതായി ഷണ്ണൻ എന്ന പ്രതിഷ്ഠയിൽ உனக்கு ജീവിച്ചാൽ 3 ஆசீர்வாதங்கள் பெற்றுக்கொள்ளலாம். 3 അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. യെശയ്യാ 56ஆம் அதிகாரம் 5ஆம் வசனத்தை வாசிக்கும்போது യെശയ്യാവ് 56:5 വാക്യം மதில்களுக்குள்ள இருக்கிற குமாரத்திகள் இடத்தை பார்க்கிலும் மேன்மையான இடத்தையும் கீர்த்தியையும் என்று வழியாத்த நித்திய നാമത്തെയും നീ പെറുവായ്. എന്റെ മതിലകങ്ങളിൽ പുത്രീ പുത്രന്മാരെക്കാൾ വിശേഷമായ നാമവും ജ്ഞാപകവും കീർത്തിയും നിനക്ക് നൽകും. പരലോകത്തിൽ ഒരു പെരിയ മതിലെ നാം പാർക്കിன்றோம். നമുക്ക് ആ സ്വർഗത്തിൽ ഒരു വലിയ മതിൽ കാണാം. സിയോന്റെ ഒരു പകുതി താൻ. അതും സിയോന്റെ ഒരു ഭാഗം. സിയോൻ കുമാരത്തിൻ മതിലേ എന്ന് പുലമ്പൽ പുസ്തകത്തിൽ വാസിக்கிறோம். വിലാപങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് സിയോൻ പുത്രിയുടെ മതിലേ. ആ മതിലുകൾക്കുള്ള ആ മതിലകങ്ങളിൽ കുമാരത്തികളെ പാർக்கலாம். പുത്രീ പുത്രന്മാരെ കാണാം. ഇത് യാർ இந்த കുമാരർ കുമാരത്തികൾ? ആരാണ് ഈ പുത്രീ പുത്രന്മാർ? 2 കൊരിന്ത്യർ 6ആം അധികാരം 16-17 വസനങ്ങൾ വാസിക്കുമ്പോൾ 2 കൊരിന്ത്യർ 6:16-17 ഇവர்கள் ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രതിഷ്ഠ വേർപാട് ജീവിയം ചെയ്ത പരിശുദ്ധ വിശ്വാസികൾ ഭൂമിയിൽ വേർപെട്ട ജീവിതം അനുഷ്ഠിച്ച്
സ്വീകരിച്ചതായ വിശുദ്ധ വിശ്വാസികൾ, வேறுபாடு ஜீவியம் செய்கிற விசுவாசிகள், വേർപാട് ജീവിതം നയിക്കുന്ന വിശ്വാസികൾ, அசுத்தமானதை தொடாதே, അശുദ്ധമായതൊന്നും തുടരുത്, அசுத்தமானதை நீ எண்ணாதே, അശുദ്ധമായത് ചിന്തിക്കരുത്, அசுத்தமானதில் நீ பின்பற்றி போகாதே, അശുദ്ധമായതിന്റെ പിന്നാലെ പോകരുത്, அவர்களிலிருந்து புறப்பட்டு போ, അവരുടെ നടുവിൽ നിന്ന് വേർപെടുവീൻ. அப்பொழுது അപ്പോൾ நான் உனக்கு பிதாவாகவும் ഞാൻ നിങ്ങൾക്ക് പിതാവും நீங்கள் எனக்கு குமாரரும் குமாரத்திகளுமாயிருப்பீர்கள். നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. அருமையான தேவ ஜனமே, പ്രിയ ദൈവജനമേ, வேறுபாடு ஜீவிய முக்கியம். വേർപെട്ട ജീവിതം പ്രധാനപ്പെട്ടത്. வேறுபாடு ஜீவியத்தை குறித்து பிரசங்கம் பண்ணும்போது വേർപാട് ജീവിതത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ஹிருதயம் கடினப்படுகிறார்கள். ചിലരുടെ ഹൃദയം நீ കഠിനമാകുന്നു. ஹிருதயத்தை கடினப்படுத்தாதே, നിന്റെ ഹൃദയം കഠിനമാക്കരുത്. வேறுபட்டு ஜீவிக்க வேண்டும். നീ വേർപെട്ട് ജീവിക്കണം. எண்ணாகமம் 23:9 வாசிக்கும்போது സംഖ്യാപുസ്തകം 23:9 இஸ்ரவேல் மக்கள் வேறுபட்டு ஜீவித்தார்கள். ഇസ്രായേൽ ജനം വേർപെട്ട് ജീവിച്ചു. அவர்கள் ஜாதியோடு கலவாமல் ஜீவித்தார்கள். ജാതികളോട് ഇടകലരാതെ ജീവിച്ചു. அப்படி ஜீவித்தபடியினால் അങ്ങനെ ജീവിച്ചത് കൊണ്ട് 17 வசனங்களில் வாசிக்கும்போது 16-17 വാക്യങ്ങളിൽ அவருக்கு விரோதமான எந்த மந்திரவாதம் இல்லை. യാതൊരു ആഭിചാരം അവർക്ക് ഫലിക്കില്ല. இஸ்ரவேலுக்கு விரோதமான மந்திரவாதமும் ആഭിചാരം ഇസ്രായേലിന് ഫലിക്കില്ല. யாக்கோபுக்கு விரோதமான குறிசொல்லும் கிடையாது. ലക്ഷണവിദ്യ യാക്കോബിന് ഫലിക്കുകയില്ല. காரணம் என்ன? എന്താണ് കാരണം? நீ வேறுபட்டு ஜீவிக்கிறாய். നീ വേർപെട്ട ജീവിതമാണ് நீ നയിക്കുന്നത്. வேறுபட்டு ஜீவித்தால் വേർപെട്ട് ജീവിച്ചാൽ விதமான வல்லமைகள் உன்னை தொடவே தொடாது. ഈ ദുഷ്ടാശക്തികൾ ഒരിക്കലും നിന്നെ തൊടില്ല. அதுதான் உனக்கு விரோதமாக எழும்புகிற எந்த ஆயுதமும் வாய்க்காமல் போகும் என்று நாம் வாசிக்கிறோம். അതുകൊണ്ടാണ് നാം ഇപ്രകാരം വായിക്കുന്നത്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കില്ല. ஜீவியத்தை உடைக்கும் போது, വേർപാട് ജീവിതം ലംഘിക്കുമ്പോൾ, ஜாதிகளோட கலந்து ஜீவிக்கும் போது, ജാതികളോട് ഇടകലർന്ന് ജീവിക്കുമ്പോൾ, ஜாதிகளை போல ஜீவிக்கும் போது, ജാതികളെ പോലെ ജീവിക്കുമ്പോൾ, ஜாதிகளை போல ரகசிய பாவங்கள் செய்யும் போது, ജാതികളെ പോലെ രഹസ്യ പാപങ്ങളിൽ ഏർപ്പെടുമ്പോൾ அப்போதுதான் உனக்கு வாழ்க்கையில் பிரச்சனைகளும் போராட்டங்களும் வருகிறது. നിന്റെ ജീവിതത്തിൽ അപ്പോൾ പ്രശ്നങ്ങളും സംഘർഷങ്ങളും எனக்கு തുടങ്ങുന്നു. விரோதமான மந்திரவாதம் இல்ல. നിനക്ക് വിരോധമായ ആഭിചാരമില്ല. அதனால தான் 54 எஸ்ஐயா 54:17 வசனத்தில் வாசிக்கும் போது യെശയ്യാവ് 54:17 വായിക്കുമ്പോൾ உனக்கு விரோதமாக எழும்புகிற எந்த ஆயுதமும் வைக்காமல் നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. வேறுபட்டு ஜீவிக்கும் போது അതുകൊണ്ട് വേർപെട്ട് ജീവിക്കുമ്പോൾ ஒரு சிவிங்கியை போல காணப்படுவாய். നീ ഒരു സിംഹിയെ പോലെ കാണപ്പെടും. ஒரு காட்டாமிருகத்தை போல பலனுள்ளவனாக காணப்படுவாய். കാട്ടുപോത്തിന് തുല്യമായ ബലം நீ നിനക്കുണ്ടാകും. பால சிங்கத்தை போல காணப்படுவாய். ബാലസിംഹം പോലെ നീ ആയിരിക്കും. ஆகையால் வேறுபாடு ஜீவியத்தை முக்கியப்படுத்துங்கள். അതുകൊണ്ട് വേർപാട് ജീവിതത്തിന് പ്രാധാന്യം നൽകാം. தேவன் சொல்லுகிறார், நீ வேறுபட்டு ஜீவிக்கிறபடியினால் നീ വേർപാട് ജീവിതം നയിക്കുന്നത് കൊണ്ട് நான் உனக்கு பிதாவாகவும் ഞാൻ നിങ്ങൾക്ക് പിതാവും நீ எனக்கு குமாரரும் குமாரத்திகளுமாயிருப்பீர்கள். നിങ്ങൾ എനിക്ക് പുത്രന്മാരും அந்த പുത്രിമാരുമായിരിക്കും. குமாரரும் குமாரத்திகளும் தான் மதிலுக்குள்ள காணப்படுகிறதான குமாரரும் குமாரத்திகளும் புதிய எருசலேம். ആ പുത്രന്മാരും പുത്രിമാരുമാണ് മതിലകങ്ങളിൽ കാണപ്പെടുന്നതായ പുതിയ യെരൂശലേമാകുന്ന அந்த புதிய പുത്രിപുത്രന്മാർ. எருசலேமை பார்க்கிலும் ആ പുതിയ യെരൂശലേമിനേക്കാൾ இந்த സിയോൻ പ്രതിഷ്ഠയിൽ വന്നവர்களுக்கு, ഈ സിയോന്റെ പ്രതിഷ്ഠയിൽ വന്നവർക്ക്, அன்னக പ്രതിഷ്ഠയിൽ വന്നവர்களுக்கு, അങ്ങനെയുള്ളതായ സന്നദ്ധ പ്രതിഷ്ഠയിൽ സിയോനിൽ വന്നവർക്ക്, പൂർണ്ണമാക്കപ്പെട്ടവർക്ക്, സിയോന്റെ പരിപൂർണത പ്രാപിച്ചവർക്ക് மேன்மையான இடத்தையும், വിശേഷതയേറിയ அந்த നാമത്തെയും, സിയോൻ മേന്മயான ഇടം, സിയോൻ എന്നതാ വിശേഷതയേറിയ ഒരു സ്ഥാനം, என்றும் அழியாத நித்திய நாமத்தையும், ശാശ്വതമായ ഒരു കീർത്തിയും നാമവും, நான் கீர்த்தியையும் கொடுப்பேன். കീർത്തിയും ஞாபകവും നൽകും. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஊழியம் செய்வது ஒரு நஷ்டமான காரியமல்ல. ശുശ്രൂഷ ചെയ്യുന്നത് ഒരു ഛേദമായ நீ அந்த കാര്യമല്ല. பிரதிஷ்டையில் செய்து பாருங்க. നിങ്ങൾ ആ പ്രതിഷ്ഠ ചെയ്ത് നോക്കുവിൻ. பரலோக ராஜ்யத்தில் സ്വർഗരാജ്യത്തിൽ குமாரர் குமாரத்திகள் இடத்தை பார்க்கலும், அதாவது புதிய எருசலேமை பார்க்கலும் പുത്രന്മാർ പുത്രിമാരെക്കാൾ അഥവാ പുതിയ യെരൂശലേമിനേക്കാൾ மேன்மையான இடத்தை தருவார். വിശേഷതയേറിയ സ്ഥാനം നൽകും. அதுதான் സിയോൻ. അതാണ് സിയോൻ. സിയോന്റെ വിശേഷം என்ன? എന്താണ് സിയോന്റെ പ്രത്യേകത? 132 സങ്കീതം 13-14 വസനങ്ങൾ വാസിക്കുമ്പോൾ 132 സങ്കീർത്തനം 13-14 വാക്യങ്ങളിൽ பரலோக சியோனில் தேவன் வாசமாயிருக்கிறார். ആ സ്വർഗ സിയോനിലാണ് ദൈവം വസിക്കുന്നത്. சியோனை நான் விரும்பி, ഞാൻ ഈ സിയോനെ ഇച്ഛിച്ചു. அதை நான் என்னோட வாசஸ்தலமாக விரும்பினேன். അതിനെ എന്റെ വാസസ്ഥലമായി இங்கே തിരഞ്ഞെടുത്തു. நான் என்றென்றைக்கும் வாசம் பண்ணுவேன். അവിടെ ഞാൻ എന്നേക്കും വസിക്കും. இந்த சியோனுக்கு விரோதமாக ஒருவனும் எழும்ப முடியாது. ആർക്കും ഈ സിയോന് വിരോധമായി നിൽക്കാനാവില്ല. அடுத்த சியோന്റെ விசேஷம் என்ன? സിയോന്റെ അടുത്ത പ്രത്യേകത 84 சங்கீதம் 7 வசனத்தை வாசிக்கும் போது 84 സങ്കീർത്തനം 7 വാക്യം, அவர் பலத்தின் மேல் பலன் அடைந்து അവർ മേൽക്കുമേൽ
മേൽ ബലം അവർ പ്രാപിക്കുന്നു. സിയോനിൽ ദേവനുടെ സന്നിധിയിൽ വന്ന് ചേർന്നാർ. സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. അത് ദേവനുടെ സന്നിധി, അത് ദൈവസന്നിധിയാണ്. ദേവൻ തങ്കുമിടം, ദൈവം പാർക്കുന്ന ഇടം, ദേവനുടെ സന്നിധി. അത് ദൈവസന്നിധാനം. അത് മറ്റുമല്ല, മാത്രവുമല്ല അത് സിയോനെ മഹാരാജാവിൻ നഗരം. ആ സിയോനാണ് മഹാരാജാവിന്റെ നഗരം. 48 സംഗീതം 2 വസനത്തിൽ വാസിக்கிறோம். 48 സങ്കീർത്തനം 2 വാക്യത്തിൽ വായിക്കുന്നു. அந்த സിയോനിൽ നിന്ന് ദേവൻ പ്രകാശിக்கிறார். ആ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു. அதுதான் 50 സംഗീതം 2 വസനം. 50 സങ്കീർത്തനം 2 വാക്യം. സിയോനുடைய അനേക ആശീർവാദങ്ങളെ നാം ചൊല്ലിക്കൊണ്ടു പോകലാം. സിയോന്റെ അനേക സവിശേഷ അനുഗ്രഹങ്ങളെ ഇങ്ങനെ വിവരിച്ചു പോകാം. സിയോൻ മെന്മയാന ഇടം, സിയോൻ അതിവിശിഷ്ടമായ ഒരു സ്ഥാനം, ഇടം, തേജോസമ്പൂർണമായ ഒരു സ്ഥാനം, ഇടം, നശമില്ലാത്ത ദേവൻ വിരുമ്പുകിற ഇടം, ദൈവം ഇച്ഛിക്കുന്ന ഇടം, ദേവൻ വാസമായിരിക്കും ദൈവം ഇടം. വസിക്കുന്ന ഇടം. அந்த സിയോനെ വിരുമ്പുவோமாக. ആ സിയോനെ നമുക്കും ഇഷ്ടപ്പെടാം. സിയോനെ നീ തള്ളാതെ, സിയോനെ തിരസ്കരിക്കരുത്. സിയോനെ വിരുമ്പുങ്ങൾ, സിയോനെ സ്നേഹിപ്പി. സിയോനിൽ വന്ന് ചേരുങ്കൾ, സിയോനിൽ വന്നെത്തുവിൻ. അന്നക പ്രതിഷ്ഠയിൽ വന്ന് ചേരുങ്കൾ. ക്ഷണത്തെ പ്രതിഷ്ഠയിൽ വരുവിൻ. പാസ്റ്റർ ബാബുവെ പോലൊരു ജീവിയം செய்வோமாக. പാസ്റ്റർ ബാബു നയിച്ചതുപോലെ ഒരു ജീവിതം നയിക്കാം. പരിശുദ്ധവാൻകൾ ജീവിത്താர்கள். ആ വിശുദ്ധന്മാർ ജീവിച്ചു. இந்த പരിശുദ്ധവാനും ജീവിത്താർ. ഈ വിശുദ്ധനും അങ്ങനെ ജീവിച്ചു. അന്നക പ്രതിഷ്ഠയിൽ ജീവിത്താർ. ക്ഷണത്തെ പ്രതിഷ്ഠയിൽ ജീവിച്ചു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അയാൾ പ്രതിഷ്ഠയെ നീ പാതുകാക്ക വേണ്ടിയത് അവശ്യം. ആ പ്രതിഷ്ഠയെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം. ഇനി അടുത്ത നാം എന്നെ വാസിக்கிறோம். അടുത്തതായി എന്ത് കാണുന്നു? ഇത് ഉപ്രവാഗതലിൻ ഊഴിയം. ഇതാ ഒരു നിരപ്പിന്റെ ശുശ്രൂഷ. പാസ്റ്റർ ബാബു ഉപ്രവാഗതലിൻ ഊഴിയത്തിൽ കാണപ്പെട്ട. പാസ്റ്റർ ബാബു നിരപ്പിന്റെ ശുശ്രൂഷയിൽ കാണപ്പെടും. 2 കൊരിന്ത്യർ 5 18 വസനത്തിൽ വാസിக்கிறோം. 2 കൊരിന്ത്യർ 5:18 വായിക്കുന്നു. ഉപ്രവാഗതലിൻ ഊഴിയം, നിരപ്പിന്റെ ശുശ്രൂഷ. ഇത് പിരിവിനെയിൻ ഊഴിയമല്ല. ഇതാ ഭിന്നിപ്പിക്കുന്ന ശുശ്രൂഷയല്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇത് മറ്റ് പാപത്തിന് ഊഴിയമല്ല. പാപത്തിന്റെ ശുശ്രൂഷയല്ല. ഇത് ഉപ്രവാഗതലിൻ ഊഴിയം. ഇതാ നിരപ്പിക്കുന്ന ശുശ്രൂഷ. എല്ലാവരോടും സമാധാനമായിരിക്കും ഊഴിയം. എല്ലാവരോടും സമാധാനം ആചരിക്കുന്ന ശുശ്രൂഷ. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. இன்னைக்கு எத்தனையோ பேர் ஊழியம் செய்து செய்து பிரிந்து பிரிந்து போகிறார்கள். എത്രയോ പേർ ശുശ്രൂഷ ചെയ്തിട്ട് ഭിന്നിച്ചു പോകുന്നു. ഇത് പിരിக்கிற ஊழிയമല്ല. ഇതാ ഭിന്നിപ്പിക്കുന്ന ശുശ്രൂഷയല്ല. ഉപ്രവാഗതലിൻ ഊഴിയം. ഇതാ നിരപ്പിന്റെ ശുശ്രൂഷ. ആകയാൽ നാം ഒന്നാക്കപ്പെടുவோமாக. ആകയാൽ ഒന്നായി തീരാം. ദേവനുക്കാக ജീവിപ്പോமாக. കർത്താവിനായിട്ട് അപ്പോൾ ജീവിക്കാം. നീ ഒന്നാക്കപ്പെടുമ്പോൾ, അങ്ങനെ നമ്മൾ ഒന്നാക്കപ്പെടുമ്പോൾ, ഉപ്രവാക്കപ്പെടുമ്പോൾ, നിരപ്പിക്കപ്പെടുമ്പോൾ യേശുവിൻ രക്തത്തിനാലും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ദേവനുനെ ഉപ്രവാക്കിനാർ. കർത്താവ് നിന്നെ തന്നോട് നിരപ്പിച്ചു. ദൂരമായിരുന്ന ഒന്നെ ദൂരസ്ഥരായിരുന്ന അവരുടെ നിങ്ങൾ രക്തത്തിനാൽ സമീപമാക മാറ്റിനാർ. ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി. യേശുവിന്റെ രക്തത്തിനാൽ നീ ഉപ്രവാനായി. ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നിരപ്പിക്കപ്പെട്ടു. യേശുവിന്റെ രക്തത്തിനാൽ നീ ദൈവിക സമാധാനത്തെ പെറ്റുകൊണ്ടായി. ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ നീ ദൈവിക സമാധാനം പ്രാപിച്ചു. ദൈവിക സമാധാനത്തെ പെറ്റവர்கள், ആ ദൈവിക സമാധാനം ലഭിച്ചവർ റോമർ 12 17 വസനത്തിൽ വാസിക്കുന്നത് പോലെ, റോമാലേഖനം 12:17 വായിക്കുന്നത് പോലെ, ഉങ്ങളാൽ ആന മറ്റും യാവരോടും സമാധാനമായിരുങ്ങൾ. നിങ്ങളാൽ ആവുന്നിടത്തോളം എല്ലാവരോടും സമാധാനമായിരിക്കും. കസപ്പിൽ ഇരിപ്പതല്ല, കൈപ്പൊടിരിക്കുകയില്ല. മനവി പുരുഷൻ കസപ്പിൽ ഇരിപ്പതല്ല, ഭർത്താവും ഭാര്യയും മനസ്സുകൊണ്ട് വിഷമിച്ചിരിക്കുകയില്ല. സമാധാനത്തിൽ കാണപ്പെടുങ്ങൾ, സമാധാനത്തിൽ ജീവിക്കുവിൻ. അതുതാണ് ഇന്ത ഊഴിയം. അതാണ് ഈ ശുശ്രൂഷ. നീ സമാധാനത്തിൽ കാണപ്പെട്ടാൽ, സമാധാനത്തിൽ കാണപ്പെട്ടാൽ, அந்த ரோமர் 12 கடைசி வசனத்தில் வாசிக்கிறது போல, റോമാലേഖനം 12 ഒടുവിലത്തെ വാക്യം പറയുന്നത് உன் சத்ரு பசியாயிருந்தால் அவனுக்கு போஜனம் கொடு. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക. உன்ന്റെ சத்ரு தாகமாயிருந்தால் பானம் கொடு. ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക. இவ்விதமாக தீமையை நீ நன்மையினால் வெல்ல வேண்டும். നന്മയാൽ തിന്മയെ ജയിക്കുക. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. தீமைக்கு தீமை செய்வதல்ல, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. தீமையை நன்மையினால் வெல்ல. നന്മയാൽ തിന്മയെ ജയിക്കൂ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. நீ ஆசீர்வாதம் பெற வேண்டுமானால், നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ 1 പേതുരു 3 വസനത്തിൻപടി, 1 പത്രോസ് 3:9 പ്രകാരം, നീ തീന്മയ്ക്ക് തീന്മയെ ചെയ്യാമൽ ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാം. யாவரையும் ஆசீர்வதிக்க வேண்டும். എല്ലാവരെയും അനുഗ്രഹിപ്പീൻ. യേശു ക്രിസ്തു കടൈസി നാൾകളിൽ യേശുവിന്റെ അന്ത്യനാളുകളിൽ കരങ്ങളെ വിരിച്ച് കരം വിരിച്ച് யாவரையும் ആശീർവദിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ച് ലോകത്തേക്ക് എടുത്തുകൊള്ളപ്പെട്ട താൻ സ്വർഗാരോഹണം ചെയ്തു. ലൂക്ക 24:52 വസനം. ലൂക്കോസ് 24:52. അതുതാണ് യേശുവിന്റെ കടൈസി ഊഴിയം. അതാണ് യേശു ചെയ്ത ഒടുവിലത്തെ ശുശ്രൂഷ. ഒലിവ് മലയ്ക്ക് പേതുരു യോവാൻ യാക്കോബെ കൂട്ടിക്കൊണ്ടു പോന്ന താൻ
തന്റെ ശിഷ്യന്മാരെ ഒലിവുമലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. சொன்னார் பரிசுத்தாவியை பெற்றுக்கொள். പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ. அதுக்காக இந்த இடத்திலே உட்காருங்கள். അതിന് നിങ്ങൾ ഈ സ്ഥലം വിട്ടു പോകരുത്. உட்கார்ந்து தேவனை துதியுங்கள். ദൈവത്തെ എപ്പോഴും സ്തുതിപ്പീൻ. அப்படி துதித்த பிறகு അങ്ങനെ அவர் സ്തുതിച്ചിട്ട് பெதானிய ஊருக்கு போனார். അവർ ബെഥാനിയിലേക്ക് പോയി. அந்த இடத்தில் இயேசு என்ன செய்தார்? അവിടെ യേശു എന്ത് ചെയ്തു? தன் கரங்களை வானத்துக்கு நேராக விரித்தார். കൈകൾ സ്വർഗ്ഗത്തിങ്കിലേക്ക് വിരിച്ചു. பேதுரு யோவான் யாக்கோபை ஆசீர்வதித்தது மட்டுமல்ல, പത്രോസിനെ യാക്കോബിനെ യോഹന്നാനെ അനുഗ്രഹിച്ചത് മാത്രമല്ല, பிலாത്തോசையும் ஆசீர்வதித்தார். പിലാത്തോസിനെയും അനുഗ്രഹിച്ചു. பிலாத்தோ நான் உனக்கு சத்ரு அல்ல, പിലാത്തോസേ നീ എന്റെ ശത്രുവല്ല, அந்த நூற்றுக்கு அதிபதியையும் ஆசீர்வதித்தார். ശതാധിപനെയും അനുഗ്രഹിച്ചു. ஈட்டியினால் இயேசுவின் விழாவில் குத்தினவனையும் കുന്തം ஆசீர்வதித்தார். കൊണ്ട് കർത്താവിന്റെ വിലാപ്പുറത്ത് കുത്തിയവനെയും അനുഗ്രഹിച്ചു. நீங்கள் எனக்கு விரோதமாக பேசினீர்கள், നിങ്ങൾ എനിക്ക് വിരോധമായി സംസാരിച്ചു. எனக்கு விரோதமாக எத்தனையோ கொடுமை செய்தீர்கள். എനിക്ക് എത്രയോ ക്രൂരതകൾ ചെയ്തു. ஆனா நான் பிதாவினுடைய சமூகத்துக்கு போகிறேன். ഞാനോ പിതാവിന്റെ സന്നിധാനത്തിൽ പോകുന്നു. நான் எப்படி போகிறேன்? ഞാൻ എങ്ങനെയാണ് പോകുന്നത്? தெய்வீக சமாதானத்தில் போகிறேன். ദൈവിക സമാധാനത്തോടെ நான் പോകുന്നു. உங்களை ஆசீர்வதித்து 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 போகிறேன். നിങ്ങളെ അനുഗ്രഹിച്ച് ഞാൻ പോകുന്നു. தேவ ஜனமே, உங்கள் பிள்ளைகளை ஆசீர்வதியுங்கள். ദൈവാജനമേ, നിങ്ങളുടെ മക്കളെ അനുഗ്രഹിപ്പേൻ. இன்னைக்கு சில பெற்றோர்கள் என்ன செய்கிறார்கள்? ചില മാതാപിതാക്കൾ ഇന്ന് சில ചെയ്യുന്നത്, பிள்ளைகள் படிக்கிறதுக்கு மண்டன்மாரு தான். ചിലപ്പോൾ കുട്ടികൾ പഠിക്കാൻ അത്ര நீ കഴിയില്ലാത്തവരാകാം. மடையன், மண்டன் 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 என்று சொல்லாதே. നീ അവനെ മണ്ടനെന്നും വിഡ്ഢിയെന്നും വിളിക്കരുത്. நீ என்ன செய்ய നീ வேண்டும்? ചെയ്യേണ്ടത്, நீ நன்றாக படிப்பாய், നീ നന്നായി പഠിക്കും, அவனை ஆசீர்வதியுங்கள். അവനെ അനുഗ്രഹിപ്പീൻ. உங்கள் பிள்ளைகளை ஆசீர்வதியுங்கள். മക്കളെ உங்கள் അനുഗ്രഹിപ്പീൻ. பிள்ளைகளை ஆசீர்வதியுங்கள். നിങ്ങളുടെ കുഞ്ഞുങ്ങളെ உங்கள் അനുഗ്രഹിക്കും. மனைவியை ഭാര്യയെ ஆசீர்வதியுங்கள். അനുഗ്രഹിക്കുവിൻ. உங்கள் புருஷரை ஆசீர்வதியுங்கள். ഭർത്താവിനെ உங்கள் അനുഗ്രഹിക്കുവിൻ. அக்கப்பக்கத்தாரை ஆசீர்வதியுங்கள். അയൽക്കാരെ അനുഗ്രഹിപ്പീൻ. இதா இயேசுவின் ஊழியம். ഇതാണ് യേശുവിന്റെ அது ശുശ്രൂഷ. அவர் எல்லாரையும் ஆசீர்வதித்தார் என்று சாட்சியில் கேட்டோம். സാക്ഷിയിൽ കേട്ട് ഇദ്ദേഹം എല്ലാവരെയും അനുഗ്രഹിച്ചു. எல்லாரையும் ஆசீர்வதித்து ஏதாவது ஒன்று கொடுப்பார். എല്ലാവരെയും അനുഗ്രഹിച്ച് എന്തെങ്കിലും யாரோடும் കൊടുക്കും. கசப்பில்லை, ആരോടും കയ്പില്ല, யாரோடும் விரோதம் இல்லை, ആരോടും പിണക്കമില്ല, யாரோடும் சமாதான கேட்டில் பேசாமல் இருக்கவில்லை. ആരോടെങ്കിലും സമാധാനമില്ലാത്തവരെ പോലെ മിണ്ടാതിരുന്നിട്ടില്ല. இன்னைக்கு என்னுடைய வார்த்தையை கேட்கிற நீங்கள் யாவரும் எந்த நிலவரத்தில் காணப்படுகிறீர்கள்? എന്റെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളുടെ നിലവാരം എന്ത്? தேவ ஜனமே, ஆசீர்வதியுங்கள். ദൈവാജനമേ, അനുഗ്രഹിപ്പീൻ. அப்போது நீ ஆசீர்வாதத்தை பெற்றுக்கொள்ளலாம். അപ്പോൾ നീയും അനുഗ്രഹം അനുഭവിക്കും. அடுத்தபடியாக അടുത്തതായി நாம் என்ன வாசிக்கிறோம்? വായിക്കുന്നത് എന്ത്? அவர் ஜீவனை பான பலியாக ஊற்றினார். താൻ തന്റെ ജീവനെ പാനീയയാഗമായി ഒഴുക്കി. அவர் தேவனுக்காக பாடுபட்டு ஜீவித்தார். കർത്താവിന് വേണ്ടി താൻ കഷ്ടം സഹിച്ച് ജീവിച്ചു. அப்போஸ்தல நடவடிக்கைகள் 14 அதிகாரம் 22 வசனத்தை வாசிக்கும்போது, അപ്പോസ്തല പ്രവൃത്തി 14:22 വായിക്കുമ്പോൾ, விசுவாசத்தில் நிலைத்திருக்கவும் നാം വിശ്വാസത്തിൽ നിലനിൽക്കണം. அநேக உபத்திரவங்கள் வழியாக தேவராஜ்யத்தில் வர வேண்டும் என்று சீஷர்களுக்கு சொல்லி புத்தி சொன்னார். അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ മനസ്സുറപ്പിച്ച് പ്രബോധിപ്പിച്ചു. நாம் பாடுபட வேண்டும். നാം കഷ്ടം സഹിക്കണം. இயேசுவுக்காக பாடுபட வேண்டும். യേശുവിനായി കഷ്ടതകൾ ഏൽക്കണം. இயேசுவுக்காக நாம் கஷ்டம் சகிக்க வேண்டும். യേശുവിനായി നമ്മൾ പാടുപെടണം. நம்முடைய ஆவியில் கஷ்டங்கள், നമ്മുടെ ആത്മാവിൽ കഷ്ടം, ஆத்மாவில் சுபாவ பகுதியில் നമ്മുടെ கஷ்டங்கள், സ്വഭാവത്തിൽ ദേഹിയിൽ, நம்முடைய சரீரத்திலும் கஷ்டங்கள். നമ്മുടെ ശരീരം കൊണ്ടും கஷ்டப்படுவது தேவ சித்தம். കഷ്ടം അനുഭവിക്കുന്നത് ദൈവഹിതം. பானபலியாக நான் வார்க்கப்பட்டு போகிறேன் என்று பரிசுத்த பவுல் சொன்னார். അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞാൻ ഇപ്പോൾ തന്നെ പാനീയാഗമായി பானபலியாக வார்த்து விட்டார். താനും ഒരു പാനീയാഗമായി ഒഴിക്കപ്പെട്ടു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. எதுக்காக நாம் பாடுபடுகிறோம்? നാം എന്തുകൊണ്ട് കഷ്ടങ്ങൾ இயேசு സഹിക്കുന്നു? எதுக்காக பாடுபட்டார்? യേശു എന്തുകൊണ്ട് കഷ്ടം സഹിച്ചു? எபிரேயர் 2 அதிகாரம் 10 வசனத்தை வாசிக்கும் போது, എബ്രായ ലേഖനം 2:10 വായിച്ചാൽ, அநேகம் பிள்ளைகளை மகிமையில் கொண்டு வந்து சேர்க்கையில் அவருடைய ரட்சிப்பின் அதிபதியானவர் உபத்திரவங்களினால பாடுபடுவது அவருக்கு ஏற்றதாயிருந்தது. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. பாடுகளிலூടെ தான் பூர்ணம். കഷ്ടതയിൽ കൂടെയാണ് പൂർണ്ണത. ஆகையால் இயேசுவுக்காக நாம் பாடுபடுவோமாக. ആകയാൽ യേശുവിനായി കഷ്ടങ്ങൾ സഹിക്കാം. சத்தியத்துக்காக பாடுபடுவோமாக. സത്യത്തിനായി കഷ്ടം സഹിക്കാം. தெய்வீக சுகத்துக்காக பாடுபடுங்கள். ദൈവിക സൗഖ്യത്തിനായി കഷ്ടം സഹിക്കാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இதெல்லாம் மகிமையான காரியங்கள், ഇതെല്ലാം മഹത്വമേറിയ കാര്യങ്ങൾ, மகிமையான காரியங்கள். മഹത്വമേറിയ കാര്യങ്ങൾ. ஆனபடியினால் பாஸ்டர் பாபு பாடுபட்டது போல, പാസ്റ്റർ ബാബു കഷ്ടം സഹിച്ചതുപോലെ, இயேசு கிறிஸ்து பாடுபட்டது போல, യേശു കഷ്ടം സഹിച്ചതുപോലെ, பரிசுத்தவான்கள் பாடுபட்டது போல, വിശുദ്ധന്മാർ കഷ്ടം സഹിച്ചതുപോലെ நாமும் பாடுகளை சகிப்போம். നമുക്കും കഷ്ടങ്ങൾ സഹിക്കാം. கடைசியாக என்ன? ഒടുവിലായിട്ട് அவர்
ദേവസിത്തം ചെയ്താൽ, താൻ ദൈവഹിതം ചെയ്തു. പാസ്റ്റർ ദേവസിത്തം ചെയ്താൽ, പാസ്റ്റർ ദൈവ ഇഷ്ടം ചെയ്തു. യേശു ക്രിസ്തുവും ദേവസിത്തം ചെയ്താൽ, യേശു ക്രിസ്തുവും ദൈവ ഇഷ്ടം ചെയ്തു. യോവാൻ 5:19 നാം വാസിക്കുമ്പോൾ, യോഹന്നാൻ 5:19 വായിക്കുന്നത് പോലെ, പിതാവാനവർ செய்கிறது കുമാരൻ കാൺகிறது എതുവോ അതേ അണ്ടി താമാകെ ഒന്നും ചെയ്യ മാട്ടാർ. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അവർ പാടുപെട്ട് ജീവിത്താർ, താൻ കഷ്ടം സഹിച്ച് ജീവിച്ചു. ദേവസിത്തം ചെയ്ത് ദൈവ ജീവിത്താർ. ഇഷ്ടം ചെയ്ത് ജീവിച്ചു. യേശു വന്ന് ദേവാദി ദേവനും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും താൻ. നമ്മുടെ കർത്താവായ അവൻ ദൈവാദി ദൈവം അഥവാ സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനും. സർവ്വവ്യാപി, താൻ സർവവ്യാപി, സർവവല്ലമയുള്ള ദേവൻ, സർവശക്തനായ ദൈവം. അവർ പിതാവെ പോലെയുള്ള ദൈവം, താൻ പിതാവിനോട് സമനായ ദൈവം. ആനാലും കൂടെ എങ്കിൽ പോലും പിതാവിന്റെ സിത്തം ചെയ്യുമ്പടിയാക ഭൂമിക്ക് വന്നപ്പോത്, പിതാവിന്റെ തിരുഹിതം ചെയ്യുവാനായി ഭൂമിയിൽ വന്നപ്പോൾ ഒരു ശരീരത്തെയും ദേവൻ ഏർപ്പെടുത്തിന. പിതാവ് തനിക്കൊരു ശരീരം നൽകി. എബ്രായർ 10:6-7-8 വാസിക്കുമ്പോൾ, എബ്രായലേഖനം 10:6-7-8 വാക്യങ്ങളിൽ, പിതാവേ ഇതോ ഉമത് സിത്തം ചെയ്യ വരികിറേ, പിതാവേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഒരു ശരീരത്തെ ആയത്തം പണിനേ, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ശരീരമില്ലാവിട്ടാൽ എപ്പടി ദേവസിത്തം ചെയ്യ മുടിയും? ദൈവ ഇഷ്ടം ചെയ്യാൻ ശരീരമില്ലാതെ എങ്ങനെ സാധിക്കും? ശരീരത്തിൽ വെളിപ്പെട്ട ദേവാദി ദേവനെ നമ്മത് ദേവൻ ജഡത്തിൽ യേശു ക്രിസ്തു. ജഡത്തിൽ വെളിപ്പെട്ട ദൈവാദി ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവരെ മെയ്യാന ദേവനും നിത്യ ജീവനും, താൻ സത്യദൈവവും നിത്യജീവനും. അവരെല്ലാം വേറെ ദൈവമില്ല, താൻ ഒഴികെ മറ്റൊരു ദൈവമില്ല. ഭൂമി എല്ലെങ്കുമുള്ളവരെ എന്നെ നോക്കി പാരുങ്ങൾ, സകല ഭൂസീമാവാസികളുമേ എങ്കിലേക്ക് തിരിയുവിൻ. അപ്പോഴത് നിങ്ങൾ രക്ഷിക്കപ്പെടുവീர்கள். അപ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഞാനേ ദൈവം, വേറെ ഒരുവനുമില്ല. ഞാൻ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ലല്ലോ. യെശയ്യാ 45:22 വാസിக்கிறோம். അത് നമ്മൾ യെശയ്യാവ് 45:22 ഒരേ ഒരു ദൈവം യേശു ക്രിസ്തു മറ്റുംതാൻ. ഏക സത്യദൈവം യേശു ക്രിസ്തു മാത്രം. അവരെ മെയ്யான தேவனும் நித்திய ஜீவனும் என்று 1 യോവാൻ 5:20 വാസിக்கிறோம். 1 യോഹന്നാൻ 5:20 വായിക്കുന്നു, താൻ സത്യദൈവവും നിത്യജീവനും. அந்த தேவனை நாம் பின்பற்றுகிறோம். ഈ ദൈവത്തെ നമ്മൾ அந்த അനുഗമിക്കുന്നു. യേശു പൂർണ്ണ മനുഷ്യനാക ഭൂമിയിൽ വന്നപ്പോൾ, ആ യേശു സമ്പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ ശരീരത്തോടെ വந்தார். താൻ ഒരു ശരീരത്തോട് കൂടെ വന്നു. இதுக்காக தேவசித்தம் செய்யும்படியாக, എന്തിനാ? ദൈവ ഇഷ്ടം ചെയ്യുവാൻ. தேவன் எனக்கும் உங்களுக்கு ஒரு சரீரத்தை தந்திருக்கிறார். എനിക്ക് നിങ്ങൾക്ക് ദൈവം ഒരു ശരീരം തന്നിട്ടുണ്ട്. எதுக்காக இந்த கை? എന്തിനാണ് ഈ കൈ? எதுக்காக இந்த சரீரம்? ഈ ശരീരമൊക്കെ എന്തിനാ? எதுக்காக இந்த கால்? ഈ കാലുകൾ എന്തിനാ? எதுக்காக അവയവങ്ങൾ? എന്തിനാണ് ഈ ശരീരത്തിലെ അവയവങ്ങൾ? പാപം ചെയ്വതുക്കല്ല, പാപം ചെയ്യാനേ അല്ല, ദ്രോഹം ചെയ്വതുക്കല്ല, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാനല്ല. വായിൻ വാർത്തകളും ഹൃദയത്തിൻ ധ്യാനവും ഉമ്മത് സമൂഹത്തിൽ പ്രീതിയായിരിപ്പதாக എന്ന് നാം വാസിக்கிறோம். എന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമാകട്ടെ എന്ന് വായിക്കുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കൈയാലെ ദ്രോഹം ചെയ്യാതെ, കൈകൾ കൊണ്ട് പാതകം ചെയ്യരുത്. കാലാലെ ദ്രോഹം ചെയ്യാതെ, കാലുകൾ കൊണ്ട് പാതകം ചെയ്യരുത്. വായാലെ ദ്രോഹം ചെയ്യാതെ, വായ് കൊണ്ട് ദ്രോഹം ചെയ്യരുത്. அந்த ശരീരത്തെ കൊണ്ട്, ഈ ശരീരം കൊണ്ട് ദേവസിത്തം ചെയ്യുങ്ങൾ. ദൈവ ഇഷ്ടം ചെയ്യുവിൻ. യേശു ക്രിസ്തു ദേവസിത്തം ചെയ്താർ. യേശു ക്രിസ്തു ദൈവ ഇഷ്ടം ചെയ്തു. പിതാവാനവർ செய்கிறது കുമാരൻ കാൺகிறது എതുവോ അതേ അണ്ടി താമാക ഒന്നും ചെയ്യ മാട്ടാർ. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല. அந்த தேவசித்தம் செய்தபடியினால், ആ ദൈവ ഇഷ്ടം ചെയ്തത് കൊണ്ട് യോവാൻ 8:29 യോഹന്നാൻ 8:29 പ്രകാരം, ഞാൻ അവരുടെ സിത്തം എപ്പോഴും செய்கிறபடியினால், ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് തനിമയായിരിക്ക വിടവില്ല. അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഞാൻ തനിമയല്ല, ഞാൻ ഏകനല്ല. എന്റെ ദേവൻ എന്നോട് ഇരിക്கிறார். ദൈവം എന്നോടുകൂടെയുണ്ട്. കാരണം ഞാൻ അവരുടെ സിത്തം ചെയ്യുகிறேன். ഞാൻ അതുകൊണ്ട് അവന്റെ ഇഷ്ടം ചെയ്യുന്നു. ദേവജനമേ, പ്രിയ ദൈവജനങ്ങൾ, നിങ്ങൾ ദേവസിത്തം ചെയ്വീர்களானால், നിങ്ങൾ ദൈവ ഇഷ്ടം ചെയ്താൽ ദേവൻ ഒരുപോതും ഉന്നെ കൈവിട മാട്ടാർ. ഒരിക്കലും ദൈവം നിന്നെ കൈവിടില്ല. ദേവൻ ഉന്നെ വിട്ട് വിലക മാട്ടാർ. ദൈവം നിന്നെ ഒരു നാളും വിട്ടകലുകയില്ല. അറുവറുപ്പാന കാര്യങ്ങൾ, പാപமான കാര്യങ്ങൾ, ഉലകமான കാര്യങ്ങൾ, മാംസിക ഇച്ഛകൾ ചെയ്താൽ, എന്നാൽ ജഡികമായ ലൗകികമായ മ്ലേച്ഛമായ പാപമായ കാര്യങ്ങൾ നീ ചെയ്താലോ ദേവൻ ഉന്നെ കൈവിടുവാർ. കർത്താവ് നിന്നെ കൈവെടിയും. പാസ്റ്റർ ബാബു ദേവൻ
கைவிடவில்லை. പാസ്റ്റർ ബാബുവിനെ ദൈവം കൈവടിഞ്ഞില്ല. 2-3 வருஷமாக 2-3 വർഷങ്ങളായി പലവിധமான വ്യാധിയിൽ അവർ കാണപ്പെട്ടാർ. ശരീരത്തിൽ പല രോഗങ്ങൾ തനിക്കുണ്ടായിരുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. அந்த வியாதியிலும் அவர் முறுமுறுக்கவில்லை. ആ രോഗത്തിലും താൻ அந்த മുറുമുറുക്കില്ല. வியாதியிலும் இயேசுவை அவர் விட்டு விலகவில்லை. ആ രോഗത്തിലും കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല. ചെറു വയതിൽ ഞാൻ ഉമ്മത് വീട്ടിൽ വന്നേ. കർത്താവിന്റെ ബാല്യപ്രായത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വന്നല്ലോ. എനിക്ക് ഇപ്പിടിപ്പെട്ട കഷ്ടം. എന്തുകൊണ്ടാണ് എനിക്ക് ഈ കഷ്ടങ്ങൾ? എന്റെ കാലിലെ പുണ്ണ്. എന്തുകൊണ്ടാണ് ഈ കാലിലെ വ്രണം, കാലിലെ കട്ടി, കാലിലെയും പരു എന്റെ അവർ കേൾക്കവില്ല എന്നൊന്നും ചോദിച്ചില്ല. ചെയ്യുന്നത് കുമാരൻ കാണുന്നത് എതുവോ, പിതാവ് ചെയ്തതായി പുത്രൻ കാണുന്ന കാര്യങ്ങൾ അതുവേ പാസ്റ്റർ ബാബു ചെയ്താർ. പാസ്റ്റർ ബാബുവും അത് ചെയ്തു. അതുവേ നാനും നീങ്ങളും ചെയ്യ வேண்டும். ഞാനും നിങ്ങളും അത് തന്നെ ചെയ്യണം. அப்படி செய்ய வாஞ்சிக்கிறவர்கள் கரங்களை உயர்த்தி ஒரு அல்லேலூயா சொல்லுங்கள். ഹല്ലേലൂയ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. கடைசியாக ഒടുവിലായി നാം என்ன വാസിக்கிறோம்? എന്ത് വായിക്കുന്നു? മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയം ചെയ്ത മൽക്കീസേദക്കിന്റെ ക്രമത്തിൽ ഒരു ശുശ്രൂഷ ചെയ്തു. அதுதான் 7வது കാര്യം. അതാണ് 7ാമത്തേത്. മെൽക്കിസദേക്കിൻ മുറമയിൻപടി. മൽക്കീസേദക്കിന്റെ ക്രമത്തിൽ. എதுக்காக മെൽക്കിസദേക്കിൻ മുറമയിൻപടി இந்த ஊழியம்? എന്തിനാണ് ഈ മൽക്കീസേദക്കിന്റെ ക്രമത്തിലുള്ള ഈ ശുശ്രൂഷ? அதுதான் പൂർണ്ണത്തിൻ ഊഴിയം. അത് തികവിന്റെ ശുശ്രൂഷ. ആരോനിൻ മുറമയിൻപടിയുള്ള പഴയ ഏർപ്പാട്ട് ഊഴിയത്തിനാൽ, പഴയ നിയമത്തിലുള്ള അഹരോന്യ ക്രമത്തിലെ ശുശ്രൂഷയാൽ ഒരുവരും പൂർണ്ണപ്പെടവില്ലേ എന്ന് എബ്രായർ 7ാം അധികാരത്തിൽ വാസിக்கிறோം. ആരും പൂർണ്ണത പ്രാപിച്ചിരുന്ന എബ്രായലേഖനം 7ാം അധ്യായത്തിൽ പഴയ വായിക്കുന്നു. ഏർപ്പാട്ട് ഊഴിയത്തിനാൽ ഒരുവനുക്കും പൂർണ്ണം ഉണ്ടാകവില്ല. പഴയ നിയമ ശുശ്രൂഷയാൽ ആരും പൂർണ്ണത പ്രാപിച്ചില്ല. ஆனால் പുതിയ ഏർപ്പാട്ട് ഊഴിയത്തിൻ മൂലமாக, എന്നാൽ ഈ പുതിയ നിയമ ശുശ്രൂഷയാൽ മെൽക്കിസദേക്കിൻ മുറമയിൻപടി അഥവാ മെൽക്കീസേദക്കിന്റെ ക്രമത്തിൽ ഊഴിയം ചെയ്താൽ, ശുശ്രൂഷ ചെയ്താൽ നാം പൂർണ്ണ മനുഷ്യനാക, ജയാളിയാക, പൂർണ്ണ പരിശുദ്ധവാൻകളാക മാറ്റപ്പെടണം. നമുക്ക് തികഞ്ഞ മനുഷ്യരായിട്ട്, ജയാളികളായിട്ട്, തികഞ്ഞ വിശുദ്ധന്മാരായി തീരാം. 110ാം സംഗീതം 3ാം വസനത്തെ വാസിക്കുമ്പോൾ 110ാം സങ്കീർത്തനം 3ാം വാക്യത്തിൽ അതിന്റെ കടേസി പകുതിയിൽ എന്നെ വാസിക്കും. അവസാന ഭാഗത്ത് വെടിയർ കാലത്തിൽ പനിക്ക് സമാനமான യൗവന ജനം ഉമക്ക് പിറക്കും. ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് വരുന്ന യുവാക്കളായ മഞ്ഞ് നിനക്ക് ജനിക്കും. 4ാം വസനത്തിൽ എന്നെ വാസിക്കും. 4ാം വാക്യത്തിൽ വായിക്കുന്നത്, அதற்காக நீர் மெல்கிசதேக்கின் முறைமையின்படி ஆசாரியனானீர். അതിനായിട്ടാ നീ മെൽക്കീസേദക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ. அந்த യൗവന ജനം പിറക്കുംപടിയാക, ആ യുവാക്കളായ മഞ്ഞ് ജനിക്കേണ്ടതിന് ആ യേശു ക്രിസ്തു മെൽക്കിസദേക്കിൻ മുറമയിൻപടി ഒരു ആസാര്യനാക മാറ്റപ്പെട്ടാർ. ക്രിസ്തു മെൽക്കീസേദക്കിന്റെ വിധത്തിൽ ഒരു പുരോഹിതനായി. ഇത് ഞാൻ ആണയിട്ടേൻ, ഇത് ഞാൻ സത്യം ചെയ്തു, ആണയിൽ ഞാൻ തവറ മാട്ടേൻ, ഞാൻ ഇത് ലംഘിക്കയില്ല. ആകയാൽ இந்த ஊழியത്തിൽ നാം ഐക്യപ്പെട്ട്, ഈ ശുശ്രൂഷയോട് ഏകീഭവിച്ച മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയത്തിൽ ഐക്യപ്പെട്ട്, മെൽക്കീസേദക്കിന്റെ ശുശ്രൂഷയോട് ഇവിടെ ഐക്യപ്പെട്ട്, அந்த பரிசுத்தவான்களாலே கொடுக்கப்படுகிற உபதேசத்துக்கு கீழ்ப்படிந்து, ആ വിശുദ്ധന്മാർ നൽകുന്നതായ ഉപദേശങ്ങൾക്ക് വിധേയപ്പെട്ട് നാം ജീവിക്ക വേണ്ടിയത് അഭിഷേകം, ജീവിക്കേണ്ടത് അനിവാര്യം. അതാ പരിശുദ്ധ യോവാൻ ചൊല്ലുമ്പോൾ, വിശുദ്ധ യോഹന്നാൻ അത് പറയുമ്പോൾ 1 യോവാൻ 1ാം അധികാരം 3ാം വസനത്തിൻപടി, 1 യോഹന്നാൻ 1:3 ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് അറിയിக்கிறோம். ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ ഐക്യം പിതാവോടും കുമാരനോടുമായിരിക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമാകുന്നു. നിങ്ങൾ ഞങ്ങളോട് ഐക്യമുള്ളവர்களாய் இருக்க வேண்டும். നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകണം. அப்போதுதான் நீ பூர்ணத்தை பெற்றுக்கொள்ள முடியும். എങ്കിൽ മാത്രമേ പൂർണ്ണത ലഭിക്കൂ. ആയാൽ അപ്പോസ്തലിക ഐക്യത്തിൽ ഐക്യപ്പെടുங்கள். അപ്പോസ്തലിക കൂട്ടായ്മയോട് ഒത്തുചേരുവിൻ. അപ്പോസ്തലിക ഉപദേശത്തിൽ ഐക്യപ്പെടുங்கள். അപ്പോസ്തലിക ഉപദേശത്തിൽ ഐക്യപ്പെടുവിൻ. അപ്പോസ്തലിക ഉപദേശമാകിയ ദൈവിക സുഖത്തിലും ഐക്യപ്പെടുங்கள். അപ്പോസ്തലിക ഉപദേശത്തിൽ ഒന്നായ ദൈവിക രോഗശാന്തിയിൽ ഐക്യപ്പെടുവിൻ. അപ്പോസ്തലിക ഉപദേശമാക പൂർണ്ണ പരിശുദ്ധത്തിൽ ഐക്യപ്പെടുங்கள். അപ്പോസ്തലിക ഉപദേശമാകുന്ന പൂർണ്ണ വിശുദ്ധിയിൽ ഐക്യപ്പെടുവിൻ. அப்போது நான் பூர்ண மனுஷனாக ஜெயாளியாக மாற்றப்படலாம். പൂർണ്ണ മനുഷ്യനായി ജേതാവായി അങ്ങനെ മാറാൻ കഴിയും. இந்த ஊழியத்தினால் மட்டும்தான் அந்த பூர்ணத்தின் ஊழியம் நடைபெறும். ഈ ശുശ്രൂഷയാൽ മാത്രമേ ആ തികവിന്റെ ശുശ്രൂഷ നടക്കൂ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அந்த 110ാം സംഗീതം 4ാം 3ാം വസനത്തെ പഠിച്ചു പാരുங்கள். 110ാം സങ്കീർത്തനം 3ാം വാക്യം വായിച്ചു നോക്കൂ. വെടിയർ കാലത്തിൽ പിറക്കും പനിക്ക് സമാനமான യൗവന ജനം ഉമക്ക് പിറക്കും. ഉഷസ്സിലെ മഞ്ഞിന് സമാനമായ യൗവന ജനം നിനക്ക് ജനിക്കും. அதற்காக நான் மெல்கிசதேக்கின் முறைமையின்படி என்றென்றைக்கும் உன்னை ஆசாரியனாக மாற்றி, അതിനായി നിന്നെ ഞാൻ മെൽക്കീസേദക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനാക്കി. நான் ஆணையிட்டேன், ഇത് ഞാൻ സത്യം ചെയ്തു. ஆணையில் நான் தவற மாட்டேன். ഞാൻ അത് ഒരിക്കലും நான் ലംഘിക്കുകയില്ല. சொன்னேன், சொன்னபடி செய்வேன். ഞാൻ അരുളി ചെയ്തതുപോലെ இந்த അനുഷ്ഠിക്കും. மகிமையான ஊழியம் தேவன் நமக்கு தந்தார். ദൈവം ഈ തേജസ്സിന്റെ ശുശ്രൂഷ തന്നല്ലോ. இது
102 வருடம். ഇതാ 102 ആണ്ടാണ്. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. இந்த ஊழியம் பூமியில் ஆரம்பித்த இப்பொழுது 102 வருடங்களாய் விட்டது. ഇവയെല്ലാം ഭൂമിയിൽ ആരംഭിച്ചിട്ട് ഇപ്പോൾ 102 കൊല്ലമായി. எத்தனையோ பிரச்சனைகள் போராட்டங்கள் வந்தது. എത്രയോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടു. சில பிரச்சனையின் மத்தியில் இந்த ஊழியம் அழிந்து விட்டது என்று பலரும் சொன்னார்கள். ചില പ്രതിസന്ധികളുടെ നടുവിൽ ശുശ്രൂഷ തകർന്ന് തരിപ്പണമായി എന്ന് പലരും പറഞ്ഞു. 62 ஆண்டிலே யுத்தத்தில் 62 ആണ്ടിലെ സംഘർഷത്തിൽ இந்த ஊழியம் முற்றிலும் அழிக்கப்பட்டது என்று பலரும் சொன்னார்கள். ഈ വേല നാമാവശേഷമാകുമെന്ന് പലരും പറഞ്ഞു. ஆனாலும் பரிசுத்தவான்களை தேவன் எழுப்பினார். എങ്കിലും ദൈവം തന്റെ വിശുദ്ധന്മാരെ എഴുന്നേൽപ്പിച്ചു. தேவனுடைய இடவில் நின்றார்கள். അവർ ദൈവത്തിന്റെ മുമ്പിൽ ഇടിവിൽ നിന്നു. நான் தேசத்தை அழிக்காதபடி, ഞാൻ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, திறப்பிலே நிற்கவும், ഇടിവിൽ നിൽക്കേണ്ടതിന്, சுவரை அடைக்கவும் தக்கதாக മതിൽ കെട്ടേണ്ടതിനുമായി ஒரு மனுஷனை ஏற்படுத்தி ഒരു പുരുഷനെ അന്വേഷിച്ചു. ஒருவனையும் காண ആരെയും കണ്ടില്ല. நம்முடைய பரிசுத்தவான்கள் நின்றார்கள். പക്ഷേ നമ്മുടെ വിശുദ്ധന്മാർ ഇടിവിൽ നിന്നു. இடவில் நின்றார்கள். അവർ ഇടിവിൽ നിന്നു. சுவரை அடைத்தார்கள். മതിൽ കെട്ടി അടച്ചു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஜீவனை கொடுத்து போராடினார்கள். ജീവനെ അർപ്പിച്ചവർ പോരാടി. எல்லா பிரச்சனையிலும் தேவன் நம்மை பாதுகாத்தார். സകല പ്രതിസന്ധികളിലും ദൈവം നമ്മെ സംരക്ഷിച്ചു. பிரச்சனையிலும் தேவன் பாதுகாத்தபடியினால் கரங்களை ஒருத்தர் அல்லேலூயா சொல்லுங்கள். ഹല്ലേലൂയ. தேவனுக்கு மகிமை. ദൈവത്തിന് நீ മഹത്വം. சோர்ந்து போகாதே. നീ തളരേണ്ട. விதமான நிலவரத்தில் நீ காணப்படுவீரானால், ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷത്തിൽ കാണപ്പെട്ടാൽ, முதலாவது நீ സിയോനിൽ பிறந்தால், ആദ്യം സിയോനിൽ ജനിച്ചാൽ, രണ്ടാമത് അന്നക പ്രതിഷ്ഠയിൽ കാണപ്പെട്ടാൽ, ഷണ്ണത്ത പ്രതിഷ്ഠയിൽ വന്നാൽ, ഉപ്രവാകുതും ഊഴിയത്തിൽ കാണപ്പെട്ടാൽ, നിരപ്പിന്റെ ശുശ്രൂഷയിൽ കാണപ്പെട്ടാൽ, ജീവനെ ബലിയാക നീ വാർത്താൽ, ജീവനെ പാനീയാഗമായി ഒഴുക്കിയാൽ, ദൈവസിത്തം ചെയ്വീരാനാൽ, ദൈവ ഇഷ്ടം ചെയ്താൽ, മെൽക്കിസദേക്കിൻ മുറമയിൻപടി കാണപ്പെട്ടാൽ, മെൽക്കിസദേക്കിന്റെ ക്രമത്തിൽ ജീവിച്ചാൽ, നീ ഒരു സിയോനാക പുതിയ യെരൂശലേமாக കാണപ്പെടും. നിനക്ക് സിയോനായി പുതിയ യെരൂശലേമായി തീരാം. அந்த பரிசுத்தவான்களை சேர்க்கும்படியாக இயேசு மகிமையில் வெளிப்பட போகிறார். ഇങ്ങനെയുള്ള വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മഹത്വത്തിൽ വെളിപ്പെടും. அப்போது நாம் அவரோடு எடுத்துக்கொள்ளப்படுவோம். അപ്പോൾ നാം തന്നോടുകൂടെ എടുക്കപ്പെടും. நமக்கு முன்னாக பாஸ்டர் பாபு ஓடி முடித்தார். പാസ്റ്റർ ബാബു നമുക്ക് മുൻപായി തന്റെ ഓട്ടം ஓடி முடிப்போமாக. നമുക്ക് ഓട്ടം തികയ്ക്കാം. சிலர்கள் சொல்லுவார்கள், ചിലർ പറയാറുണ്ട്, அனுபவம் உள்ளவரெல்லாம் போயிட்டாங்க, അനുഭവമുള്ളവരൊക്കെ പോയി, இந்த ஊழியம் எல்லாம் போச்சு, ഓ വേലയൊക്കെ തീർന്നു. தேவஜனமே ஊழியம் போகவில்லை, ദൈവജനമേ വേല തീർന്നിട്ടില്ല. தேவன் நடத்துவார். ദൈവം ഇതിനെ നടത്തും. எத்தனை பேருக்கு விசுவாசம் உண்டு? വിശ്വാസം എത്ര പേർക്കുണ്ട്? உலகத்தின் முடிவு பரியந்த நான் உன்னோடு இருப்பேன். ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ஊழியத்தை கைவிட மாட்டார். കർത്താവ് തന്റെ വേലയെ കൈവിടില്ല. தேவன் என்னையும் உங்களையும் கைவிட மாட்டார். എന്നെയും നിങ്ങളെയും ദൈവം കൈവിടില്ല. அழைத்த தேவன் உண்மையுள்ளவர். വിളിച്ച ദൈവം വിശ്വസ്തൻ. സമാധാനത്തിൻ தேவൻ താമേ. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുற்றிലും പരിശുദ്ധമാക്കുവാറാണ്. നിങ്ങളെ മുഴുവനും വിശുദ്ധീകരിക്കുമാറാകും. ആവി ആത്മ ശരീരം മുഴുവനും നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും യേശുക്രിസ്തു മഹിമയിൽ വെളിപ്പെടുമ്പോൾ യേശുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ കുറ്റമറ്റதாக இருக்கும்படி കാക്കപ്പെടുവதாக അനിന്ദ്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടട്ടെ. இதற்கென்று அழைத்தவர் உண்மையுள்ளவர். ഇതിനായി നിങ്ങളെ വിളിച്ചവൻ அவர் വിശ്വസ്തൻ. அப்படியே செய்வார். താൻ എങ്ങനെ ചെയ്യും? அவர் செய்ய போகிறபடியினால் താൻ അത് ചെയ്യാൻ പോകുന്നത് எல்லாரும் தைரியசாலிகளாக மாற்றப்பட்டு നമുക്ക് ധൈര്യത്തോടെ ജീവിച്ചു எல்லா விசுவாசத்தையும் அகற்றி എല്ലാ വിശ്വാസവും നീക്കി അധൈര്യത്തെ മാറ്റി അധൈര്യങ്ങൾ മാറ്റി எல்லாரும் விசுவாசத்தில் பலப்படுங்க. എല്ലാവരും വിശ്വാസത്തിൽ ബലം. எல்லாரும் எழுப்பி நிற்போமா? എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. தேவனை துதிப்போமா? ദൈവത്തെ സ്തുതിക്കാം. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. ஒரு அடக்காராதனை என்பது ഒരടക്കാരാധന എന്നത് ஏதோ சோகத்தின் ஆராதனை அல்ல, ശോകപര്യവസായിയല്ല, கண்ணீர் விடுகிற ஆராதனை அல்ல. കണ്ണുനീരൊഴുക്കുന്നതല്ല, ஐயோ போயிட்டாரு போயிட்டாரு நான் எங்க போவேன் என்று சொல்லுகிறது அல்ல. അയ്യോ പോയല്ലോ പോയല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് നിലവിളിക്കുകയല്ല. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. அடக்காராதனை என்பது முடிசூட்டும் விழா. അടക്കാരാധന, പട്ടാഭിഷേകം. இப்ப பரலோகத்தை பாருங்கள், സ്വർഗത്തെ നോക്കുക, தூதர்கள் மத்தியில் பாருங்கள். അവരുടെ നടുവിൽ നോക്കുക. தேவாதி தேவன் சொல்லுகிறார், ദൈവാദി ദൈവം പറയുന്നു, நான் என் குமாரனை பூமிக்கு அனுப்பது விருதாவாகவில்லை. ഞാൻ എന്റെ പുത്രനെ ഭൂമിയിൽ അയച്ചത് വെറുതെയായില്ല. குமாரன் சொல்லுகிறார், പുത്രൻ പറയുന്നു, நான் பாடுபட்டு ரத்தத்தை சிந்தினது வீணாகவில்லை. ഞാൻ കഷ്ടതകൾ സഹിച്ച് രക്തം ചൊരിഞ്ഞത് വൃഥാവായില്ല. தூதர்கள் சொல்லுகிறார்கள், ദൂതന്മാർ പറയുന്നു, நான் ഇവരെ പാതുകാത്ത് ഇവർക്കാக ഊഴിയം ചെയ്തത് വീണാകവില്ല. ഇവരെ സംരക്ഷിച്ചവർക്കായി വേല ചെയ്തത് വെറുതെയായില്ല. കർത്തർ താമേ ആരവാരത്തോടും പ്രധാന ദൂതനുടെ സത്തത്തോടും ദേവ എക്കാലത്തോടും കൂടെ സ്വർഗത്തിൽ ഇരുന്ന്
മേലിരുന്ന് ഇറങ്ങി വരുവാർ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അടുത്ത ദേവൻ ഉണ്മയുള്ളവർ, വിളിച്ച ദൈവം വിശ്വസ്തൻ, ഉന്നെ ബലപ്പെടുത്തുപടിയാ നിന്നെ ബലപ്പെടുത്തുവാൻ ഇപ്പോഴത്തെ വല്ലമീൻ അഭിഷേകത്തിനാൽ നിറപ്പ പോകുക. ഇപ്പോൾ ഇതാ ഒരു ശക്തിയുടെ അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കും. എല്ലാവരും കൊഞ്ചം മുന്നുക്ക് വാരുങ്ക. എല്ലാവരും മുൻപോട്ട് വരും. ആവിയിൽ നിറമ്പും, എല്ലാവരും ആത്മാവിൽ നിറയും. കരങ്ങളെ തട്ടി ആവിയിൽ കൈകളടിച്ച് ആത്മാവിൽ നിറയും. ഇതൊരു ശോകത്തിന് ആരാധനയല്ല, ഇതൊരു ശോകത്തിന്റെ ആരാധനയല്ല, മുടിസൂട്ടും വിഴ, ഇതൊരു പട്ടാഭിഷേകം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എല്ലാരും കരങ്ങളെ തട്ടി തട്ടി ആവിയിൽ കരങ്ങളടിച്ചടിച്ച് ആത്മാവിൽ നിറയാം. ഒരു അഭിഷേകത്തെ പെറ്റുകൊള്ളുക, ഒരു അഭിഷേകം പ്രാപിക്കാം. കണ്ണുകളെ മൂടുക, കണ്ണുകളെ അടയ്ക്കാം. ദേവനെ എനിക്കൊരു അഭിഷേകം താരോ, ദൈവമേ എനിക്കൊരു അഭിഷേകം തരണം. ധൈര്യം മാറട്ടോ, നിങ്ങൾ മാറട്ടെ. എന്റെ ഹൃദയ കഠിനം മാറട്ടെ, ഹൃദയകാഠിന്യം മാറട്ടെ. അവിശ്വാസം മാറട്ടെ, എന്റെ അവിശ്വാസം മാറട്ടെ. അழைത്തവർ ഉണ്മയുള്ളവർ, വിളിച്ചവൻ വിശ്വസ്തൻ, അവർ അപ്പടിയേ ചെയ്വാർ, അവനത് ചെയ്യും. അവർ അപ്പടിയേ ചെയ്വാർ, അവൻ അങ്ങനെ തന്നെ ചെയ്യും. വിശ്വാസമുള്ളവങ്ക കരങ്ങളെ തട്ടി തട്ടി ആവിയിൽ നിറമ്പുക, വിശ്വാസമുള്ളവർ കൈകളടിച്ച് ആത്മാവിൽ നിറയും. എല്ലാ ഊഴിയറുകളും ആവിയിൽ നിറമ്പുക, ശുശ്രൂഷയുടെ ആത്മാവിൽ നിറയുവിൻ. നീ കണ്ണുകളെ തുറന്ന് പാർക്കാതെ കണ്ണു തുറന്നു നോക്കണ്ട. എന്റെ ബലവീനങ്ങൾ മാറട്ടെ, നിന്റെ ദൗർബല്യം മാറട്ടെ, വ്യാധികൾ മാറട്ടെ, നിന്റെ രോഗങ്ങൾ മാറട്ടെ, ഉന്റെ എല്ലാവിധமான ബന്ധനങ്ങൾ കെട്ടുകൾ അഴിക്കപ്പെടുവதாக, എല്ലാവിധമായ കെട്ടുകൾ ബന്ധനങ്ങൾ അഴിയട്ടെ, എല്ലാ കെട്ടുകൾ അവിഴിക്കപ്പെടുവதாக, എല്ലാ ബന്ധനങ്ങൾ അഴിയട്ടെ. ദേവജനമേ സന്തോഷിത്ത് കളികൂറുക, ദൈവജനമേ സന്തോഷിച്ചുല്ലസിപ്പിൻ. കരങ്ങളെ തട്ടി തട്ടി സന്തോഷமாக ആവിയിൽ നിറമ്പുക, കൈകളടിച്ചടിച്ച് സന്തോഷമായി ആത്മാവിൽ നിറയാം. എല്ലാവരും ആവിയിൽ നിറമ്പുക, എല്ലാവരും ആത്മാവിൽ നിറയുവിൻ. ഇതുവേ നല്ല സമയം, ഇതാണ് നല്ല സമയം. ദേവനമേ ഉയർപ്പിക്കും സമയം, ദൈവം നമ്മെ ഉയർപ്പിക്കുന്ന സമയം. ഇത് വല്ലമീൻ അഭിഷേകം വന്നുവിട്ടത്, ഒരു ശക്തിയുടെ അഭിഷേകം വന്നു കഴിഞ്ഞു. നീ വെക്കപ്പെടാതെ നീ ലജ്ജിക്കേണ്ട, വെക്കപ്പെടാതെ അതും ലജ്ജിക്കേണ്ട. അഭിഷേകത്തിനാൽ ഉന്നെ നിറപ്പുക, അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കുന്നു. കരങ്ങളെ തട്ടി തട്ടി ആവിയിൽ നിറമ്പുകൾ, കൈകളടിച്ചടിച്ച് ആത്മാവിൽ നിറയുവിൻ. അന്യ ഭാഷയിൽ പേസുക, അന്യഭാഷകൾ സംസാരിപ്പിൻ. ഉന്നത വിളിക്ക് യോഗ്യരെ വിളിച്ചവന്റെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ, മന്നിടത്തിൽ നമ്മെ ഓർത്ത് ഉന്നതം വെടിഞ്ഞു വന്ന, മന്നിടത്തിൽ നമ്മെ ഓർത്ത് ഉന്നതം വെടിഞ്ഞു വന്ന, എന്റെ വന്യവാദം എന്നു വന്നു വമ്മിച്ചിട ഉന്നത വിളിക്ക് യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ, ഉന്നത സന്നിധിയിൽ നിന്നു മാറല്ലേ, മന്നിടത്തിൽ നമ്മെ ഓർത്ത് ഉന്നതം വെടിഞ്ഞു വന്ന, മന്നിടത്തിൽ നമ്മെ ഓർത്ത് ഉന്നതം വെടിഞ്ഞു വന്ന, വന്നവന്റെ വന്യവാദം എന്ന് വന്നായി വന്നിച്ചിടാം, ഉന്നത വിളിക്ക് യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ, ഉന്നത വിളിക്ക് യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ, ഉന്നത വിളിക്ക് യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ, ഉന്നത വിളിക്ക് യോഗ്യരെ
Amen. Hallelujah. 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 Amen. Labakala tonight, Salabakala baka tonight, Alabaka tonight. Hallelujah. 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 വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകൻ വേല ചെയ്യുവേ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകന്റെ 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 വേല ചെയ്യുവേ. Hallelujah. Labai da lapshanai da labagati da labag. Amen. Hallelujah. 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 Shike da bada ya da bada dike da baga dike de la. Hallelujah. Amen. Labana gatti. Tibiga labaga labaga dike de nige lapshanai da labag. Hallelujah. ഒരു പാട്ട് പാടാം. ജയം ജയമെടുത്തോർന്നാം ആമേൻ. ഈ ആരാധനയ്ക്ക് കടന്നു വന്നു പ്രിയപ്പെട്ട ഭാഷയെക്കുറിച്ചുള്ളതായ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേട്ട് അനുകരണീയമായ എത്രയോ കാര്യങ്ങൾ ഹൃദയത്തിൽ കരുതിക്കൊണ്ട് ശുശ്രൂഷകരും വിശ്വാസികളും നമ്മൾ മടങ്ങി പോകുമ്പോൾ ഇപ്പോൾ പാടിയതായ പാട്ടിൻ്റെ അടിപോലെ നമ്മുടെ കർത്താവ് വരാറായി. സ്തോത്രം. ഇതേ നമ്മുടെ ഉന്നതമായ വിളിയെ വിട്ടുകളയാതെ ഈ വസ്തുനിയമായ ശ്രേഷ്ഠമായ ഉപദേശത്തെ വിട്ടുകളയാതെ ആരെങ്കിലും കടന്നു വന്നിരിക്കുന്നവരാരെങ്കിലും ആത്മീയത്തിൽ തണുത്തോ ക്ഷീണിച്ചോ മടുത്തോ ധൈര്യപ്പെട്ടോ ഭാരപ്പെട്ടോ പോയെങ്കിൽ ഒരു പുതിയ തീരുമാനത്തോടുകൂടെ മടങ്ങി പോകുവാൻ ജയാളികളായി കർത്താവിന് വരവെടുക്കപ്പെടുവാൻ ഭാവിച്ചാൻ ജയാളിയായി തീർന്നു. നിങ്ങളും ഞാനും ജയാളികളായി തീരും. ഞാൻ പാപത്തോട് തോക്കിയില്ല, ലോകത്തോട് തോക്കിയില്ല, പിശാചിനെ തോക്കിയില്ല, പരീക്ഷയെ തോക്കിയില്ല, ശോധനയെ തോക്കിയില്ല. ഞാനും ജയാളിയാകും. ഞാനും എടുക്കപ്പെടും. ഞാനും പറന്നു പോകും. ഞാനും യെരൂശലേമാകും. ഞാനും സിയോനുമാകും. ശുദ്ധന്മാരോടുകൂടെ ഒരവകാശം ഞാനും പ്രാപിക്കും. ഉറച്ച തീരുമാനത്തോടെ പുതിയ തീരുമാനത്തോടെ മടങ്ങി പോകാം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ജയമെടുത്തോർ നാം സ്തുതിച്ചിടുമോ സ്തുതികൾക്ക് യോഗ്യൻ ക്രിസ്തുവഹോ. ജയമെടുത്തോർ നാം സ്തുതിച്ചിടുമോ സ്തുതികൾക്ക് യോഗ്യൻ ക്രിസ്തുവഹോ. മാധുര്യനാഥമംഗീതങ്ങളാലെ അവനെ നമുക്ക് കീഴാം. മാധുര്യനാഥമംഗീതങ്ങളാലെ അവനെ നമുക്ക് കീഴാം. യേശുനാമേയം വരുന്നതിനോ മുഴങ്ങാൽ മടക്കി നമസ്കരിക്കാം. യേശുനാമേയം വരുന്നതിനോ മുഴങ്ങാൽ മടക്കി നമസ്കരിക്കാം. സ്നേഹിച്ച യേശുവെ കണ്ടിടുவோம். ആനന്ദനാളതിൽ നമ്മെ സ്നേഹിച്ച യേശുവെ ശുദ്ധന്മാരെ കാണോ. യേശുവിനെ മുഖമായി കാണോ. യേശുവിനെ പോലെ വിശുദ്ധന്മാരെ വീണ്ടും കാണോ. അവരോട് കണ്ടിടുന്ന ആനന്ദനാളതിലെ നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുന്ന ആനന്ദനാളതിലെ നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുന്ന ആനന്ദനാളതിലെ നമ്മെ സ്നേഹിച്ച യേശുവെ കണ്ടിടുന്നതിലേക്ക് നമുക്ക് വേണ്ടി ആകാശത്തിന് ഭൂമിക്ക് മധ്യേ മൂന്നാളിനെ ചോദിയവൻ നമുക്ക് ജീവിതത്തെ സ്വർഗത്തിലെ യേശുവിനെ വീണ്ടും കാണാം. വീണ്ടും കാണാം. ഹല്ലേലൂയ.
നാം ഏറെ സ്നേഹിച്ച നമ്മളെ സ്നേഹിച്ചതായ ഈ ശ്രേഷ്ഠ വിശുദ്ധൻ തൻ്റെ ഓട്ടം ജയത്തോടി ഓടി ജയകരമായി തന്നെ തീർത്ത് തനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അവകാശത്തിലേക്ക് സിയോനിലേക്ക് കടന്നുപോയിരിക്കുക. നമ്മുടെ ഇരുകരങ്ങൾ ഉയർത്തി നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. തന്നോടുകൂടെ ഈ ദൈവത്തിന്റെ ഭവനത്തിൽ വന്നവര്, അതുപോലെ തന്നോട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയവര്, എത്ര പേര് പരീക്ഷകൾ ശോധനകൾ തളർന്ന് ക്ഷീണിച്ചു പോകുമ്പോൾ, നഷ്ടപ്പെട്ടു പോയപ്പോൾ, വിശുദ്ധന്മാർ കൂട്ടായ്മ അകന്നു പോയപ്പോൾ തന്റെ മകൻ എന്ത്യവരെയും എല്ലാ പരീക്ഷകളിലും എല്ലാ ശോധനകളിലും വിളിച്ച ദൈവം വിശ്വസ്തനായി കൂടെ ഇരുന്ന് താങ്ങി നടത്തി എത്തേണ്ട സ്ഥാനത്ത് തീരത്തുകൊണ്ടോ എത്തിരിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കേട്ടതുപോലെ സിയോന്റെ വെളിപ്പാടുള്ളവനായി അതിനുവേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട് അതിനുവേണ്ടി കഷ്ടം സഹിച്ച് ജീവനെ പാനീയാഗമായി ഒഴിച്ച് കർത്താവിന് ഇഷ്ടം ചെയ്ത് സിയോനിലേക്ക് കടന്നു പോകുവാൻ ദൈവം തന്നെ ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ദാസൻ മൂലമായി എത്രയോ പേര് രക്ഷിക്കപ്പെട്ടു, എത്ര പേര് സ്നാനത്തിലേക്ക് കടന്നു വന്നു, എത്ര പേര് അഭിഷേകം പ്രാപിച്ചു, അതേപോലെ കൂട്ടായ്മ വന്നു, കൂട്ടായ്മ എന്നിവരെ നിലനിൽക്കുവാൻ തക്കനിടയായി ഇന്നും ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ അപ്പോസ്തലരുടെ കൂട്ടായ്മയിൽ നിലനിർത്തിയിരിക്കുകയാൽ ഈ പ്രത്യാശയിൽ കാത്തതിനാൽ ഇതിന്റെ തന്നെ ദാസനും തന്റെ ശുശ്രൂഷയും മുഖാന്തരമായി തീർന്നതിനാൽ തീർന്നു സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അതേ പിതാക്കന്മാർ കടന്നു പോകുന്നു, നമുക്ക് ഖേദമുണ്ട്, എങ്കിൽ അതോടുകൂടി വേല അവസാനിക്കുന്നില്ല. നാം ഇപ്പോൾ കേട്ടതുപോലെ കർത്താവിന് ഒരുവരെയും ഈ വേല നിലനിൽക്കും, ഈ കൂട്ടായ്മ നിലനിൽക്കും, ഈ ഉപദേശം കാണപ്പെടും, ഈ കൃപ കാണപ്പെടും, അഭിഷേകം കാണപ്പെടും, ഈ ഐക്യം കാണപ്പെടും, ഈ ജീവിതം കാണപ്പെടും. അതിന് കർത്താവിന്റെ വരവിനായി നമ്മളെ ഒരുങ്ങുവാനായി സമർപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ശേഷം നാം കേട്ടതുപോലെ തന്റെ സ്ഥാനത്തേക്ക് താൻ ബാക്കി വെച്ച ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ താൻ കടന്നുപോയ സ്ഥാനത്തേക്ക് അനേക യവനക്കാർ ഈ നാളുകളായി കടന്നു വരുവാൻ മൗത്തുവരെ ശുശ്രൂഷയ്ക്കായി ലോകത്തെ വിട്ട് മാതാപിതാക്കളെ വിട്ട് ദേശം വിട്ട് ഇറങ്ങി വന്ന ഈ ക്രിസ്തീയ അണകാലത്തിൽ പോരാടി ഒരു അവകാശം പ്രാപിപ്പാൻ അനേക യവനക്കാരെ ഒരുക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. നമ്മൾ തന്നിരിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും ദൈവം ബലപ്പെടുത്തി കഴിഞ്ഞ കാലങ്ങളിൽ ശുശ്രൂഷ പ്രയോജനപ്പെട്ട അവർക്ക് ലഭിച്ചതായി അവരുടെ മുൻപിൽ കടന്നുപോയ വിശുദ്ധന്മാരുടെ വിശ്വാസത്തെയും പ്രതിഷ്ഠയെയും ജീവിതത്തെയും വിശുദ്ധിയെയും അനുകരിച്ച അവരും സിയോനിൽ കാണപ്പെടുവാൻ ഒരു മഹത്വമേറിയ ഒരു ശ്രേഷ്ഠമായ ദേശീയ ശുശ്രൂഷയ്ക്കായി അവരെ ശക്തീകരിച്ച് ഉപയോഗിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. വിശ്വാസികളായ ദൈവമക്കളും മുൻപിൽ നമ്മളെ നടത്തിയവരെ ഓർത്ത് അവരുടെ അവസാനം ഓർത്ത് വിശ്വാസം അനുകരിച്ച് അവരുടെ പ്രത്യാശ അനുകരിച്ച് അവരുടെ ജീവിതത്തെ ഓർത്ത് വിശ്വാസത്തിൽ നിലനിന്ന് അവരോടുകൂടെ നിത്യതയിൽ സിയോനുമായി അവകാശം പ്രാപിക്കുന്നവരായി മാറേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. പ്രത്യേക തുടർന്ന് ഈ തിരുവല്ല സെൻട്രൽ വേലതയും ഫലമേൽക്കുവാൻ ഓരോ ലോകസഭയിലും ഉണർത്തുവാൻ ഈ വേലതയും പതിമടങ്ങ് വർദ്ധിപ്പിക്കുവാൻ ഗോതമോണി ചത്തു കഴിയുമ്പോൾ അനേക വിളവുണ്ടാകുന്ന പോലെ ഈ വേല അനേക ഇരട്ടിയായി വർദ്ധിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ ശുശ്രൂഷയെ നേതൃത്വം വഹിപ്പാനായിട്ട് തന്റെ ശ്രേഷ്ഠദാസനെ നമ്മുടെ മധ്യ അയച്ചു വന്നതിനാൽ ഇനി ആത്മാവിന്റെ ശരീരത്തിനെ ബലപ്പെടുത്തേണ്ടതിനായി അനേകായിരങ്ങൾക്ക് പ്രയോജനമാക്കി തീർക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. യേശു വരുമ്പോൾ യേശുവിന് മുഖാമുഖമായി കാണും. നമ്മളെ സ്നേഹിച്ചവനെ നമ്മളെ പാടുപെട്ടവനെ മുഖാമുഖമായി കാണും. അവനോടുകൂടെയും ഉയർത്തെഴുന്ന വിശുദ്ധന്മാരോടുകൂടെ നാം എന്നേക്കും യെരൂശലേമിലും സിയോനിലും കർത്താവിനെ എന്നേക്കും ആരാധിച്ച് അവരോടുകൂടെ വസിപ്പാൻ പോകുന്നതിനാൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. സർവാശ്വാസങ്ങളെ ഉറവിടമായി അങ്ങനെ സ്വർഗപിതാവേ നിനക്ക് തന്നെ അറിഞ്ഞത്തോടുകൂടി സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു. എനിക്ക് കേട്ട് പോലെ കാലിൻ്റെ മക്കളായ ഞങ്ങളെ പല സ്ഥലങ്ങളും എടുത്ത സന്നി കൂട്ടിവരുന്നതിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ വന്നാൽ സമയങ്ങളുടെയും ആദർശമായ സാന്നിധ്യം ഞങ്ങളുടെ മധ്യം ഉണ്ടായിരുന്നതിനായി സ്തുതിക്കുന്നു. വിവാസിൽ ആരംഭിച്ച നല്ല വേല കർത്താവ് തക്ക സമയത്ത് പൂർത്തീകരിച്ചതിനായി സ്തോത്രം. നല്ല പേർ സ്വതയിലത്തെക്കാളും മരണദിവസം ജനത്തെക്കാളും ഉത്തമ ദിനത്തിൽ കാണുന്ന പോലെ ഏറ്റവും ഉത്തമമായ പ്രായപ്പാൻ എൻ്റെ ദാസനിടയാക്കിയതിനായി സ്തുതിക്കുന്നു. തൻ്റെ
തൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കും ഉപകാരങ്ങൾക്കായി അതിനെ വാഴ്ത്തുന്നു. ചെറുപ്രായത്തിൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ വരുവാൻ തൻ്റെ ജീവിത അവസാനം വരെയും ദൈവത്തിൻ്റെ ഭവനത്തിൽ ജീവിപ്പാൻ കൊടുത്ത കൃപയ്ക്കായി നിനക്ക് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പിതാവിനാൽ മാനിക്കപ്പെട്ട ഈ ദേശേറെ ശുശ്രൂഷയ്ക്കായി തനിക്ക് വിളിയുണ്ടായപ്പോൾ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ വിളിയനുസരിച്ച് മുന്നോട്ട് കൊണ്ടുവരുവാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ കൃപ കൊടുത്തതിനായി സ്തുതിക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ വിധങ്ങളായ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പരീക്ഷകൾ, പോരാട്ടങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ നേരിട്ടപ്പോൾ ആ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, പിന്മാറിപ്പോകാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി എല്ലാ കഷ്ടങ്ങളും സന്തോഷത്തോടെ സഹിപ്പാൻ കൃപ കൊടുത്തതിനായി സ്തുതിക്കുന്നു. എല്ലാ കഷ്ടങ്ങളും സന്തോഷത്തോടെ സഹിച്ച് തനിക്ക് വെച്ച വാസം പ്രാപ്തയാകല്ലോ. ഞാൻ നല്ല പോർ വരുത്ത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. നീതിയിലിടും എനിക്ക് ആവശ്യം പൗലോസ് പറഞ്ഞ പോലെ ആ നീതിയിലിടുകയും പ്രായപ്പാൻ ഇടയാക്കിയതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തന്നെ ഇതുപോലെ കാലിവിടെ കൊടുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാണ്. കേൾക്കപ്പെട്ട ആലോചന എല്ലാവർക്കും അനുഗ്രഹമായിരിക്കും ഇടയാക്കാൻ ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തിൽ, ഉപദേശത്തിൽ അവസാനം വരെ നിലനിൽപ്പാൻ ഇടയാക്കുമാറാണ് പ്രാർത്ഥിക്കുന്നതിനൊക്കെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ വരവേറ്റെടുത്തു പോയിരിക്കുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ മുഖത്തെ തേജസ്സോടെ എത്രയും കാണാമെന്നുള്ള ആ പ്രത്യാശയോടെ എല്ലാവരും തങ്ങളുടെ ഓട്ടോടി തേപ്പാൻ കർത്താവിടെ ആക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. വീടാതെ കൊണ്ട് ഞങ്ങളെ സൂക്ഷ്മമായ മാസത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുള്ള കർത്താവിൻ്റെ കാര്യങ്ങളായിട്ട് നിങ്ങളെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവേ സ്തോത്രം. സ്നേഹമേറിയ സ്വർഗ്ഗപിതാവേ, തിരുനാമത്തിൽ സ്തോത്രം ശ്രദ്ധിക്കുന്നു. കർത്താവേ, നിന്റെ ദാസനെ വിശുദ്ധീകരിച്ചതിൻ്റെ അവകാശത്തിൽ ചേർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. തന്നെ ആരംഭിച്ചതായ